ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ പോഡ്കാസ്റ്റ് അല്ലേ. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ട് ആ പോഡ്കാസ്റ്റ് കാണുന്നെങ്കിൽ വി ഡിസ്കസ് അൺഡിസ്കസ്ഡ് തിങ്, അങ്ങനെ നമ്മൾ പലർക്കും അറിയാത്ത കാര്യങ്ങൾ നമ്മളിവിടെ ചിലവരെ തെറ്റിപ്പിക്കുന്നതാണ്. ചിലവരെ സംബന്ധിച്ച് അത് കോൺസ്പിറസികളാവാം, ചിലവരെ സംബന്ധിച്ച് സൈക്കോട്ടിക് തിയറീസ് ആവാം, ചിലവരെ സംബന്ധിച്ച് കെട്ടുകഥകളും കള്ളത്തരാവാം. ബട്ട് ഡു യു റിസർച്ച്. അതെ അതെ, ചിലവരെ സംബന്ധിച്ച് സത്യമാവാം. അതെ 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 അതെ. സോ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഗൈസ്, വി ഹോപ്പ് വി ആർ റോങ്. അത് നമ്മൾ എല്ലാ പോഡ്കാസ്റ്റിനും മുന്നേ പറയുന്നത്, നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് അൾട്ടിമേറ്റ് ട്രൂത്ത് ഒന്നുമല്ല. നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഫൈൻഡിങ്സ്. അതെ, നമ്മളുടെ ഫൈൻഡിങ്സ് ആണ്. നിങ്ങളുടെ ഫൈൻഡിങ്സ് നിങ്ങൾ ഗ്രൂപ്പിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മളുടെ കമന്റ്സിലും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. കീപ് ഡൂയിങ് ദാറ്റ്, മച്ച് അപ്രീഷിയേറ്റഡ്. ഗൈസ്, ഇതൊരു എന്റർടൈൻമെന്റ് പോഡ്കാസ്റ്റ് ആയിട്ട് എടുത്താൽ മതി. ബട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് അത്യാവശ്യം ജനറൽ നോളജ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ബെറ്റർ ദാൻ ന്യൂസ് ചാനൽസ്. സോ വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ദ വേൾഡ് മാൻ? പുട്ടിൻ വന്നിട്ടുണ്ട്, പയ്യൻ കുറച്ച് പ്ലാൻഡ് ആണെന്നൊക്കെ പറയുന്നു. 4 വർഷത്തിന് ശേഷം പുടിൻ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. പ്രോട്ടോകോള് തെറ്റിച്ച് നരേന്ദ്രമോദി നേരിട്ട് എയർപോർട്ടിൽ പോയി റെഡ് കാർപ്പറ്റിൽ കയറി കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് വന്നത്. ഹീസ് എന്താ പറയുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പുള്ളി പോയി മറ്റേ ചങ്ക് എയർപോർട്ടിലൊക്കെ വന്നിരിക്കില്ല, ആ സീനായിരുന്നു ഇന്ന്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് രാവിലെ പുടിൻ്റെ ഏതോ മിനിസ്റ്റർ പറയുകയുണ്ടായി, ഇന്ത്യക്ക് ഒരു ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു ട്വീറ്റോ റൂമറോ എന്തോ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇന്ത്യൻ എംബസിയിലോട്ടൊരു ഫാക്സ് വന്നു. റീലോസ് RELOS എന്ന് പറയുന്ന ഒരു അഗ്രിമെന്റ് പാക്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ അല്ല എപ്പോഴോ നമ്മൾ സബ്മിറ്റ് ചെയ്തതാണ്. അഗ്രി ചെയ്ത് റഷ്യൻ ക്രെംലിൻ ഗവൺമെൻറ് അഗ്രി ചെയ്തിട്ട് നമുക്ക് തിരിച്ചയച്ചു. റീലോസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ, ആ സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റഫാൽ അല്ലെങ്കിൽ തേജസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഖോയ് ഏതിന് വേണമെങ്കിലും നമ്മളുടെ ഇപ്പൊ നമുക്കൊരു ഫ്ലൈറ്റ്, ഇൻഡിഗോ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഫൈറ്റർ ജെറ്റ് ഡൽഹിയിൽ നിന്ന് പൊങ്ങി എയർ എക്സസൈസ് കഴിഞ്ഞിട്ട് നമുക്ക് ആഗ്രയിൽ വന്ന് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി അതുപോലെ നമ്മളുടെ ഒരു ഫൈറ്റർ ജെറ്റിന് ഡൽഹിയിൽ നിന്ന് പൊങ്ങി എയർ എക്സസൈസ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മോസ്കോയിൽ നിന്ന് ലാൻഡ് ചെയ്ത് ഫ്യൂവൽ ചെയ്ത് അവിടെ താമസിച്ച് അടുത്ത മിഷൻ അവിടുന്ന് പോവാം. മനസ്സിലായോ? അവിടെ ബേസ് വരികയാണ്. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് മാറാൻ പോവുകയാണ്. നമ്മൾ ഇതിന് മുന്നേ ഇത്രയും ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് വി ഹാവ് ടു മേക്ക് ഷുവർ നമുക്കിത് ഒഴിവ് വേണം, അവിടെ താമസിക്കാൻ സ്ഥലമുണ്ടോ, നമുക്ക് സ്പെയർ ചെയ്യാൻ ഫ്യൂവൽ ഉണ്ടോ. ഇനി അതൊന്നുമില്ല. റഷ്യൻ മിലിറ്ററി എയർ ബേസിൽ ഇനി ഇന്ത്യക്കാർക്ക് വേണ്ടി കോട്ടേജസും ഫ്യൂവലും മെയിൻ്റനൻസും സ്റ്റാഫും പെർമനന്റ് സ്റ്റാഫ് അവിടെ വരാൻ പോവാണ്. ഇനി എയർപോർട്ടിൽ മാത്രമല്ല, ഏറ്റവും വലിയ ഇത് വരുന്നത് നമ്മുടെ മാരിടൈം ഫ്രണ്ടിലാണ്, നമ്മുടെ നേവി. എന്ന് പറഞ്ഞാൽ യൂറോപ്പിലോട്ട് നമ്മളുടെ നേവിക്ക് എൻട്രി ആണ് വരുന്നത്. മനസ്സിലായോ? ലോകത്തിലെ 70% ട്രേഡ് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഇന്ത്യൻ നേവിക്ക് ഫ്രീ ആക്സസ് വിത്ത് ബേസ്. അതാണ് പുടിൻ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഒപ്പിട്ട് വന്നത്. അതുപോലെ തന്നെ 2 hours ago, നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് 4-ാം തീയതി രാത്രിയാണ്. 2 hours 3 hours ago ഇന്ത്യ ഒരു ഡീലും കൂടി ക്രെംലിൻ ഒപ്പുവെച്ചു. അത് പുടിൻ എത്തിയതിന് ശേഷമുള്ള ഗിഫ്റ്റ്. 2 സാധനം നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ലീസിനാണ് 10 വർഷത്തേക്ക് തന്നത്. ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ. അതെ, ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ ആണ് നമുക്ക് 2 എണ്ണം 10 വർഷത്തേക്ക് തന്നത്. തന്നേക്കുന്നതിന്റെ ബേസിസ് അതിനകത്ത് എഴുതിയേക്കുന്നത് ട്രെയിനിങ് ആൻഡ് ക്രൂ എന്നൊക്കെ പറഞ്ഞാണ് തന്നേക്കുന്നത്. ബട്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഗൈസ്, ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നോക്കുമ്പം ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ മസ്ക് ഹാസ് വോണ്ട് എവരിബഡി. വിത്തിൻ ദ നെക്സ്റ്റ് ഡെക്കേഡ് ഒരു ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് കുക്കിംഗ് ആണ്. അതേപോലെ തന്നെ വേറൊരാൾ നമ്മളെ വോൺ ചെയ്തിരിക്കുന്ന പോപ്പ് ലിയോ പറഞ്ഞിട്ടുണ്ട്, പുതിയ മാർപ്പാപ്പ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ട്രെൻഡ്സിൽ ആ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് പോകുന്നെങ്കിൽ വിൽ ബി വെരി ഹാർഡ് ഫോർ ഹ്യൂമാനിറ്റി ടു എൻഡ്യൂർ. അങ്ങനത്തെ സംഭവം. അതേപോലെ തന്നെ ഈ US റഷ്യ ഓയിൽ ട്രേഡിനകത്തൊക്കെ എന്തൊക്കെയൊക്കെയോ വലിയ വലിയ ചൊറികൾ വന്നുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞ് റീലോസ് എഗ്രിമെന്റ് സൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻസിനെ സംബന്ധിച്ച് വാവ് നൈസ് എന്നൊക്കെയാണ്. ബട്ട് ഇൻ റിയാലിറ്റി വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് റഷ്യൻ ജെറ്റ്സിനും ഈ ഇൻഫർമേഷനും കാര്യങ്ങളും ഇന്ത്യൻ ഓഷനിലേക്ക് ഇറക്കാനുള്ള പാക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ദേ ആർ ഗെറ്റിംഗ് ഡെസ്പറേറ്റ്.
അപ്പോൾ ഗെയിം നിങ്ങൾ അവരുടെ പെർസ്പെക്റ്റീവ് ചിന്തിച്ചു നോക്കുക. അവർക്ക് ഇന്ത്യൻ ഓഷനിലേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി ഒരു നേവൽ എക്സസൈസ് കഴിഞ്ഞിട്ട് റഷ്യയിൽ നിന്ന് വന്ന് എന്തെങ്കിലും ചെയ്തിട്ട് റഷ്യ തിരിച്ചു പോകണ്ട. അവർക്ക് ട്രിവാൻഡ്രത്ത് ഒന്ന് ലാൻഡ് ചെയ്തിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് യുഎസിലോട്ട് പോവാം. അതാണ് ഗെയിം. അപ്പൊ വെറുതെ രണ്ട് ന്യൂക്ലിയർ സബ്മറൈൻസ് തരില്ല. ഡെഫിനറ്റ്ലി ന്യൂക്ലിയർ സബ്മറൈൻസിന്റെ കേപ്പബിലിറ്റി എന്താന്ന് അറിയത്തില്ലെങ്കിൽ ഇറ്റ്സ് ഫാർ ഡെഡ്ലിയർ ദാൻ യു തിങ്ക്. എന്ന് പറഞ്ഞാല് ഗൈസ് ഇറ്റ്സ് ബേസിക്കലി a thing. താഴെ പോയ ഒരു 100 വർഷം വേണമെങ്കിലും കഴിഞ്ഞിട്ട് പൊങ്ങിയാൽ മതി. അതുപോലെ അങ്ങനെയല്ല, നമുക്കൊരു 2-3 ഇയേഴ്സ് ഇടയ്ക്ക് പൊങ്ങിയാലും മതി. കാരണം നമുക്ക് ഒരു 6 months 12 months ഒക്കെ ഉള്ള ഫുഡിന് മാത്രം പൊങ്ങിയാൽ മതി. അത് എവിടെ പൊങ്ങണമെന്ന് പോലുമില്ല. കാരണം ഇപ്പൊ 2025 ഡിപ്ലോയ് ചെയ്താല് ഇതിന്റെ പെട്രോൾ ഡീസൽ ഒന്നുമല്ല, ന്യൂക്ലിയർ ഫ്യൂവല. ന്യൂക്ലിയർ ഫ്യൂവല് തീരണമെങ്കിൽ ഒരു 45-50 ഇയേഴ്സ് എടുക്കും. അപ്പോൾ ഇത് ഏതെങ്കിലും കടലിൽ ഒന്ന് ജസ്റ്റ് പൊങ്ങുക, ഫുഡ് റീഫ്യൂവൽ ചെയ്യുക, ഫുഡ് മാത്രം താഴുക, ഫുഡും വെള്ളവും കയറ്റുക, ഒരു 5 minutes പരിപാടി ഫോർ 50 years. ഈ സബ്മറീൻസിന് വേറൊരു തിയറി ഉണ്ട്. സബ്മറീൻസ് ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ more advanced than fighter jets and anything on the planet. Definitely. അതൊരു ഏലിയൻ ടെക് ഇൻസ്പയർഡ് ആവുന്ന ഭയങ്കര ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്. അത് നമുക്ക് സബ്മറൈൻസ് ആര്യൻ നാസി സബ്മറൈൻസ് ആണ് ലോകത്ത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അതിനെ എല്ലാവരും മറ്റേ തുഴയുന്ന ബോട്ടും മറ്റേ ക്യാനൺ ഫയർ ഒക്കെ ഉണ്ടല്ലോ, മറ്റേ ക്യാനൺ വെച്ച് ഉണ്ടയിട്ട് പൊട്ടിക്കുന്നത്, അതൊക്കെ കൊണ്ട് നടന്നിരുന്നപ്പം ആര്യൻ അല്ലെങ്കിൽ നാസിക്കാര് യു ബോട്ട് എന്ന് പറഞ്ഞ പേരിൽ സബ്മറൈൻ കൊണ്ടുവന്നാണ് പൊട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമുക്ക് അവർക്ക് ടെക്നോളജി എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ടിബറ്റിൽ നിന്നാണ് കിട്ടിയത്. അവർക്ക് വിമാന എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. വി ഡോണ്ട് നോ, ബട്ട് വിൽ ഡെഫിനറ്റ്ലി ബി കവറിങ്. അതൊക്കെ നമ്മൾ കവർ ചെയ്യും. ഗൈസ്, നേവൽ ഷോ ഓഫ് ഇൻ ട്രിവാൻഡ്രം വാസ് ബ്യൂട്ടിഫുൾ. ഞാൻ കണ്ടില്ല. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിന്റെ മണ്ടേ കൂടെ ഒക്കെ ഷൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. ബട്ട് പോകാൻ പറ്റിയില്ല. ബുക്ക് ചെയ്ത് 8000 സീറ്റോ അങ്ങനെ എന്തോ ഉള്ളായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ഫ്രിഗേറ്റിനെ കാണുന്നത്. ഓക്കെ, അത് സോ ക്ലോസ്, സോ മാസിവ് മാൻ. ആൻഡ് എയർക്രാഫ്റ്റ് കാരിയർ ഇല്ലേ, അതിൽ നിന്ന് ലോഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ ലൈവായിട്ട് കണ്ടില്ല, വീഡിയോ ഉണ്ട്. വീഡിയോ ഞാനും കണ്ടു. അതൊക്കെ കാണാൻ പറ്റി. അതിന് എനിക്ക് തോന്നുന്നു അവർ തേജസിന്റെ ഒക്കെ പറത്തിരുന്നു വരില്ല. ഞാൻ കണ്ടില്ല. വേറൊന്നും അല്ല, ദേ ആർ ഓൾവേസ് ഹിയർ. നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കാണുന്നില്ല, നമ്മൾ അവരെ ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ. രാജ്യത്തിന് ചുറ്റും കടലിലും മലയിലും ആകാശത്തിലും തുരങ്കങ്ങളിലും എല്ലാം നമുക്ക് വേണ്ടി അവരുണ്ട്. നെക്സ്റ്റ് ടൈം യു സീ, ഞാൻ എപ്പോഴും ആലോചിക്കും, നമുക്കൊരു പട്ടാളക്കാരൻ ഈ ട്രെയിനിനകത്ത് തറയിലൊക്കെ കിടക്കുന്ന കാണുമ്പോൾ എണ്ണീറ്റ് കൊടുക്കുക. ഞാനായാലും അതിനുള്ള ചാൻസ് എനിക്ക് കിട്ടിയില്ല. ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ദാറ്റ്. നിങ്ങളായാലും അത് ചെയ്യുക. കാരണം അച്ഛനും അമ്മയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംരക്ഷിക്കുന്നത് ഇവന്മാരാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ ജയൻസിന്റെ കഥയാണ് കണ്ടത്. കഴിഞ്ഞ വട്ടം കണ്ടിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ആഫ്റ്റർ ദിസ് വീഡിയോ. കാരണം ജയൻസിനെ പറ്റിയും ആര്യൻ റേസ് നാസികളെ പറ്റിയും വൈറ്റ് ബ്ലോൺസിനെ പറ്റിയും പ്ലാനറ്റ് നിബൂരിനെ പറ്റിയും ഏലിയൻസിനെ പറ്റിയും ഒക്കെ നമ്മൾ സംസാരിച്ചു വന്നു. ഈ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററീസ് അല്ലെങ്കിൽ മിത്തോളജിക്കൽ ഹിസ്റ്ററീസ് അല്ലെങ്കിൽ സന്ദർഭങ്ങൾ അതൊക്കെ വെച്ചാണ് നമ്മൾ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡു വി ഹാവ് ഹാർഡ് എവിഡൻസ്? യെസ്. നമുക്ക് യഥാർത്ഥ ഹാർഡ് എവിഡൻസ് ആയിട്ട് എന്തുണ്ട് എന്ന് ചോദിച്ച ഉത്തരങ്ങൾക്കുമായിട്ടാണ് നമ്മൾ വന്നത്. കഴിഞ്ഞ കോമന്റ്സ് കണ്ടായിരുന്നു. ആൻഡ് ദീസ് ആർ ദി മറുപടി. യെസ്. കാരണം നിങ്ങളത് ചെക്ക് ചെയ്യുക, നിങ്ങളത് കാണുക. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾക്കും അറിയൂ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞങ്ങൾക്കും അറിയൂ. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് അമേരിക്കയിലാണ്, നേറ്റീവ് അമേരിക്കയിലാണ്. നേറ്റീവ് അമേരിക്കയിലെ ഒരു ട്രൈബൽ സ്റ്റോറിയിൽ നിന്നാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കുറച്ചും കൂടി എവിഡൻസ് ബേസ്ഡ് എപ്പിസോഡായിരിക്കും. കുറച്ചും കൂടി ഒരു സയൻറ്റിഫിക് ബേസ്ഡ് കണ്ടുപിടുത്തങ്ങളും പോസ്റ്റുലേഷൻസും തിയറീസും ഒക്കെ ആയിരിക്കും പോകുന്നത്. ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ജയൻസിനെ പറ്റി നിങ്ങൾ ധാരാളം ചോദ്യം ചോദിച്ചു. ജയൻസ് എങ്കിൽ എവിടെ, എന്തു പറ്റി, എന്തുകൊണ്ട് ഹിസ്റ്ററി നമ്മളെ മറയ്ക്കുന്നു? ഈ 3 ഉത്തരവും നമുക്ക് തരാൻ പറ്റും. വൈ ഇവരുണ്ടോ എന്നതിന് നമുക്ക് തെളിവ് തരാൻ പറ്റും. ഇവരെന്തുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അക്സെപ്റ്റഡ് ഹിസ്റ്ററിയിൽ നിന്ന് എങ്ങനെയാണ് ഇത് മറക്കപ്പെട്ടത്, ആരാണിത് മറച്ചത് എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി ഒരു ബെറ്റർ പിക്ചർ കിട്ടും. നമ്മൾ ഹൗ അല്ലാതെ വൈയും കൂടെ റീസൺ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അമേരിക്കയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പയൂട്ടെ എന്ന് പറയുന്ന PAIUTE പയൂട്ടെ എന്ന് പറയുന്ന ഒരു ട്രൈബ് ഉണ്ട്. ആ ട്രൈബ് നെവാഡ എന്നിപ്പോൾ പറയുന്ന ഡെസേർട്ടിനടുത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്.
നെവാഡ ഡെസേർട്ട് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ ഏരിയ 51 എന്നൊക്കെ പറഞ്ഞ് മൊത്തം അടച്ചു. വെരി എന്താ പറയുക, മിസ്റ്റീരിയസ് കൈൻഡ് ഓഫ് പ്ലേസ്. അത് അവിടെ ഏലിയൻ ഇൻവേഷനും UFO എന്നൊക്കെയാണ് പറയുന്നത്. നത്തിങ്, ഇറ്റ്സ് ജസ്റ്റ് മനുഷ്യന്മാരിൽ നിന്ന് അതെ ഏൻഷ്യൻ നോളജ് ക്ലോസ് ചെയ്യപ്പെട്ട്, എന്നിട്ട് അവിടെ അവര് ഏലിയൻസ് ഉണ്ടെന്നും UFO ഉണ്ടെന്നും ഒക്കെ അവര് അടിച്ചിറക്കും. അപ്പൊ നമ്മള് അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ ആ സ്ഥലത്തിന്റെ താഴെ മൊത്തം ഫുൾ കേവ് സിസ്റ്റം ആണ്. പണ്ട് നമ്മളുടെ ലോകത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ ലോകമായിരുന്നു അത്. അപ്പോൾ അതായിരുന്നു നെവാഡയിലുള്ളത്. അപ്പൊ അതിനെ പറ്റിയുള്ള കഥകളാണ് വരുന്നത്. വെരി അഡ്വാൻസ്ഡ് കേവ് സിസ്റ്റം, വെരി അഡ്വാൻസ്ഡ്. അത് ഗൈസ് കഴിഞ്ഞ എപ്പിസോഡിനകത്ത് നമ്മൾ ഡീകോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ thousands of years ago പയോട്ടെ ട്രൈബിന്റെ ഒരു കഥയാണ്. ആ കഥ എന്ന് പറഞ്ഞാൽ റെഡ് ഹെയർഡ് ജയൻസിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ചുമന്ന മുടിയുള്ള ജയൻസിനെ പറ്റിയാണ് കഥ വരുന്നത്. അപ്പം ഈ ചുമന്ന ജയൻസിന്റെ പേര് പയോട്ടെ ട്രൈബ് ഇവരെ വിളിച്ചിരുന്നത് സിറ്റിക്ക എന്നാണ്. സിറ്റിക്ക എന്ന് പറയുന്നതാണ് SITECH. അപ്പോൾ ഈ സിറ്റിക്ക എന്ന് പറയുന്നത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, SITECH പോസ് ചെയ്യുക, സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ പോയിട്ട് വരുന്ന സെർച്ച് ചെയ്ത് നോക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഇതിൽ വരുന്നത് സിറ്റിക്കയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ തുലി ഈറ്റേഴ്സ് എന്നാണ് കറക്റ്റ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ വരുന്നത്. തുലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ മുള, അല്ലെങ്കിൽ നമ്മളുടെ പോളാർ ബിയർ നമ്മുടെ പാണ്ടയൊക്കെ തിന്നുന്ന പോലത്തെ ഒരു മുള പോലത്തെ ഒരു സാധനമാണ്. അപ്പൊ ഈ തുലി ഈറ്റേഴ്സിനെയാണ് ഇവർ ആദ്യമേ വിളിച്ചത്. അപ്പൊ ഇവർ ഈ സാധനം തിന്നുക മാത്രമല്ല, ഇത് വെച്ച് ബോട്ട് ഉണ്ടാക്കുമെന്നുമാണ് പറഞ്ഞേക്കുന്നത്. ഇവർ ഇത് വെച്ച് ബോട്ട് ഉണ്ടാക്കി ഇവിടുന്ന് അപ്പുറത്ത് പോയി അവിടെയുള്ള മനുഷ്യരെ എല്ലാം തിന്നും എന്ന് വെച്ചാൽ ഇവര് തുലി മാത്രമല്ല, ഇവരുടെ വേറൊരു ഫേവറേറ്റ് ഫുഡാണ് ഹ്യൂമൻസ്, നമ്മൾ മനുഷ്യര്. അപ്പോൾ ഇവര് ഇവിടുന്ന് ചെറിയ കനാല് ക്രോസ് ചെയ്യാൻ വേണ്ടി തുലി വെച്ച് ബോട്ട് ഉണ്ടാക്കും, അപ്പുറത്ത് പോകും, എന്നിട്ട് അവിടുത്തെ ഉള്ള മനുഷ്യരെ എല്ലാം തിന്നും. എന്നിട്ട് ഇവര് തിരിച്ചു വരും. എന്നിട്ട് അടുത്ത വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ തിരിച്ചു. നമ്മുടെ അത്ഭുത ദ്വീപില്ലേ, സെയിം കഥ. അതാണ് സിറ്റിക്കായുടെ കഥയിൽ നിന്നായിരിക്കാം 99% ആ ഡയറക്ടർ അല്ലെങ്കിൽ സ്റ്റോറി റൈറ്റർ ഇത് ഉൾക്കൊണ്ടത്. അപ്പോ അത്ഭുത ദ്വീപിനകത്ത് നരഭോജികൾ ബോട്ടിനകത്താണ് അവരും വരുന്നത്. കാരണം അത്ഭുത ദ്വീപ് ഉണ്ടായിട്ട് 20 വർഷമായുള്ളൂ. സിറ്റിക്കായുടെ കഥ 1000 കണക്കിന് വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യരെ തിന്നുന്നതെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര അങ്ങനെ ഇവന്മാര് എതിർക്കാൻ ഓരോ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴും ഇവർ വന്ന് മനുഷ്യർക്ക് ഇവരെ മനസ്സിലായി തുടങ്ങി. ഇവർ ഇന്ന സമയത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്താൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഹ്യൂമൻസ് അല്ലെങ്കിൽ ട്രൈബൽ നേറ്റീവ്സ് തിരിച്ചു അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും പക്ഷേ ഒരു രക്ഷയില്ല. ഇവർ ഹ്യൂജ് ആണ്. കാരണം നമ്മൾ നെഫലിംസിനെ പോലാണ് ഇവരെന്നാണ് പറഞ്ഞത്. ജയൻസ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. അപ്പത്തേനും ഭയങ്കര ഹ്യൂജ് ആണ്. അങ്ങനെ ട്രൈബ്സിനെല്ലാം ഇത് എത്തി യുദ്ധങ്ങൾ തോറ്റു. ഇവർ വരുന്നു. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വരും, ആളുകളെ പിടിക്കും, ഫുള്ള് റെയ്ഡ് ചെയ്തിട്ട്. ഈ കഥയ്ക്കകത്തുള്ളതാണ്, ഈ ഫാറ്റായിട്ടുള്ളവരും ഫൈറ്റ് ചെയ്യാത്തുള്ളവരെയും എന്ത് ചെയ്യുന്നറിയാവോ, പിടിച്ചിട്ട് കാലിങ്ങനെ പിടിച്ചിട്ട് ഒടിക്കുമെന്ന്. 2 ആയിട്ട് ഒടിച്ച്, അല്ലെങ്കിൽ ഒരു കാലിളക്കി കളയുക, അല്ലെങ്കിൽ 2 കൈ വലിച്ചൂരുക, എന്നിട്ട് അവിടെ ഇടും. എന്നിട്ട് വാറിയേഴ്സിനെ എല്ലാം പോയി കൊല്ലും. എന്നിട്ട് ഈ എലൈവായിട്ടുള്ള ഫാറ്റായിട്ടുള്ളയും അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം ഇവർ ക്യാരി ചെയ്ത് തിരിച്ചു കൊണ്ടുപോകും. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി പറ്റിയവരെ പോകുന്ന വഴി കഴിക്കും. എന്നിട്ട് ഇവർക്ക് ഇഞ്ചുറി കുറവുള്ളവരെ അവരെ ഓരോ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിലായിട്ട് കഴിക്കുകയും ചെയ്യും, പെണ്ണുങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇവര് ഒരു ഡെവലപ്ഡ് എന്ന് പറയുന്നത് ഞാൻ വേറെ ഉദ്ദേശത്തിലല്ല. ഇവർക്ക് ദേ നോ ഫുഡ് കേടാവും. മനുഷ്യരായിരുന്നു ഫുഡ്, എനിക്ക് അതിൽ വിഷമമുണ്ട്. പക്ഷെ ഞാൻ കഥ പറയാണ്, ഫുഡ് കേടാവും, ഇത്ര നാൾ ഇരുന്നാൽ ഈ ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഇത്ര നാൾ ഇരിക്കും, ഇവരെ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെക്കാം. അങ്ങനെയൊക്കെ അവർ പ്ലാൻ ചെയ്ത് കഴിക്കുന്നത്. കോഴിയെ വളർത്തി യെസ് കറക്റ്റ്. നമ്മൾ കോഴിയെ വളർത്തുന്ന പോലെ ആയിരുന്നു അവര് മനുഷ്യരെ വളർത്തുന്നത്, കോഴി അല്ലെങ്കിൽ പന്നിയെ. അപ്പോ ഇങ്ങനെ വന്ന് അവസാനം ഹ്യൂമൻ ട്രൈബുകൾ എന്തോ ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ല. അവസാനം ഇവര് പറഞ്ഞില്ലേ ഈ സമയത്ത് ബോട്ട് ഓടിച്ച് അവിടെ പോകും, അടുത്ത സീസണിൽ ഇവിടെ വരും. അങ്ങനെ ഇവരെല്ലാരും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ദേ യുണൈറ്റഡ്. ഈ ട്രൈബൽ മെൻ, ഇപ്പം നവാഹോ എന്ന് പറയുന്ന ട്രൈബ്, ഞാൻ പേരുകളെല്ലാം പറയാം, ഇവരെല്ലാം യുണൈറ്റ് ചെയ്ത ആളുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ, ഈ യുണൈറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറും കഥകളല്ല. ഞാൻ ഇപ്പൊ 2-3 ട്രൈബിന്റെ പേരുകൾ പറയാം. ഈ
പയൂട്ടെ എന്ന് പറയുന്ന ട്രൈബ്, ഹോപ്പി എന്ന് പറയുന്ന ട്രൈബ്, നവാഹോ എന്ന് പറയുന്ന ട്രൈബ്, കോട്ടക്കാവ് എന്ന് പറയുന്ന ട്രൈബ്. ഇതെല്ലാം ഓരോ ട്രൈബൽ സ്റ്റോറീസ് ആണ്. നമ്മളിപ്പം ട്രൈബ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഇപ്പം കേരളത്തിലായിരിക്കും, അടുത്തത് ചിലപ്പോൾ ആസാമിലായിരിക്കും, അടുത്തത് ചിലപ്പോൾ നോർത്ത് ഹിമാലയത്തിൻ്റെ അവിടെ ആയിരിക്കും, അത് ഇൻ അമേരിക്ക. അപ്പം ഇവരെല്ലാം കൂടി യുണൈറ്റ് ചെയ്തതിന് ശേഷം ഇവർ ഓരോ സീസണിൽ ഇവർ എവിടെ വരുന്നതെന്ന് വെച്ചാൽ ബെസ്റ്റ് വാറിയേഴ്സിനെ മൊത്തം അങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഫൈറ്റ് ചെയ്യാത്ത ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം ഇവർ ഏറ്റവും ലീസ്റ്റ് വരാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് മാറ്റും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഫൈറ്റ് പോയി. അവസാനം ഇവർ വരുന്നത് കുറഞ്ഞ് അവസാനം ഇവർ വലിയൊരു ആർമി വന്നെന്നും ഈ ഫൈറ്റ് കഴിഞ്ഞെന്നും അവസാനം ഇവരെല്ലാം കൂടി വലിയൊരു കേവ് സിസ്റ്റത്തിലേക്ക് ഉണ്ടാക്കി ഒഴിപ്പിച്ച് വിട്ടു. എന്നിട്ട് ഇവരെ 100 കണക്കിന് വർഷത്തേക്ക് അതിൽ നിന്ന് വെളിയിൽ വരാൻ സമ്മതിച്ചില്ല എന്നും പിന്നെ ഇവർ ആ കേവ് സിസ്റ്റത്തിലാണ് ജീവിച്ചതെന്നും ഇവർക്ക് തിരിച്ചു പോകാൻ ബോട്ടുകളെല്ലാം നശിപ്പിക്കുക. ഇവർ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു. ഈ ജയൻസിനെ നെവാഡയിൽ ട്രാപ്പ് ചെയ്തിട്ട് ഇവർ കേവ് സിസ്റ്റത്തിൽ ഒഴിവാക്കി. അങ്ങനെ ലാസ്റ്റായിട്ട് നവാഹോ അല്ലെങ്കിൽ ബാക്കി എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ജയൻസിനെ അവസാനമായിട്ട് കണ്ടത് അവിടെ ഒരു കേവ് സിസ്റ്റത്തിലാണെന്നും ആ കേവ് സിസ്റ്റം അടച്ചിട്ട് ആ കേവ് മൊത്തം ഇവരൊരു സാധനം ഏതോ ഒരു മരത്തിന്റെ അരക്ക് ഉപയോഗിച്ച് അടച്ചിട്ട് കത്തിച്ച് കളഞ്ഞെന്നാണ് കഥയ്ക്കകത്ത് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കഥ. ഈ കഥ ഞാനും ഇവനും നിങ്ങളും ഒക്കെ കേട്ട പോലെ 1886 ജോൺ ടി റീസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എക്സ്കവേറ്റർ അല്ലെങ്കിൽ ഒരു ഹോട്ട് ഷോട്ട് മനുഷ്യനാ. പുള്ളി ഇത് കേട്ടപ്പോൾ പുള്ളി പറയുന്നു, അയ്യോ ഞാൻ ഈ കഥ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഈ കഥകള് ഈ കെട്ടുകഥകളായിട്ട് പറഞ്ഞു കേൾവിയിലുള്ളതാണോ അതോ എനി എവിഡൻസസ്? ദീസ് ആർ റിയൽ സ്റ്റോറീസ് ആൻഡ് എവിഡൻസസിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോഴത്തേക്കും ഈ ജോൺ ടി റീസ് വന്ന് ഈ കഥകൾ കേട്ടിട്ട് പുള്ളിക്ക് എക്സ്കവേറ്റർ ആണ്, പുള്ളി എന്താ പറയുന്നത് സയന്റിസ്റ്റ് ആണ്, പുള്ളി വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോഴത്തേക്കും പുള്ളി ഇത് കേട്ടിട്ട് അവിടേക്ക് നമുക്ക് എക്സ്കവേഷൻ ചെയ്താലോ എന്നൊക്കെ ആലോചിച്ച് തുടങ്ങി. അപ്പോഴത്തേനും ഈ എക്സ്കവേഷൻ ചെയ്യുന്നതിനെ പറ്റി ഈ കഥ എന്ന് പറഞ്ഞാൽ റെഡ് ഹെയർ ജയൻസിനെ പറ്റിയാണ് പറയുന്നത്. ഈ ജയൻസും നേറ്റീവ്സും തമ്മിലുള്ള വാർ സ്റ്റോറീസ്. അപ്പൊ ഇയാൾ ഈ കേവ് എവിടാന്ന് നോക്കി, കേവ് ഏതാന്നൊക്കെ കണ്ടുപിടിച്ചു. കേവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ കേവിന് പല പേരുകളിലും അറിയാം. പക്ഷെ നിങ്ങൾക്ക് ഗൂഗിളിൽ കാണണമെങ്കിൽ ലവ് ലോക്ക് കേവ് എന്ന് അടിക്കണം. ലവ് ലോക്ക് കേവ് ജയൻസ്. അങ്ങനെ ഇതിനകത്ത് ഏറ്റവും വലിയ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും തെളിവുകളായിട്ട് അവശേഷിച്ച ഒരു സംഭവമാണ് സാറ വിനിമോക്ക ഹോപ്കിൻസ്. സാറ വിനിമോക്ക ഹോപ്കിൻസ് എന്ന് പറഞ്ഞാൽ ഡോട്ടർ ഓഫ് ചീഫ് വിനിമോക്ക എന്ന് പറയുന്ന ഒരാളുടെ മകളാണ് സാറ വിനിമോക്ക ഹോപ്കിൻസ്. ഇവരൊക്കെ ജീവിച്ചിരുന്ന ലാൻഡ് ലോഡുകളായിരുന്നു. ഈ ചീഫ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേറ്റീവ്സിന്റെ വാറിന്റെ സമയത്തും ഭയങ്കര വലിയ യുദ്ധം നടന്നപ്പോഴൊക്കെ ചീഫായിട്ട് ജീവിച്ച ആളാണ്. അപ്പോൾ ഹീസ് ഡോക്യുമെന്റഡ്. 100-200 വർഷമായിട്ടുള്ളൂ. നമ്മൾ ഇവിടെ ഇപ്പം മാർത്താണ്ഡവർമ്മ അല്ലെങ്കിൽ ഏതെങ്കിലും ഫുള്ളി ഡോക്യുമെന്റഡ് ആണ്. പുള്ളിയുടെ മോള് ഇത് ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു ബുക്ക് എഴുതി. എന്നിട്ട് ഈ ബുക്ക് എഴുതിയത് മാത്രമല്ല, ഈ സ്റ്റോറി ശരിയാണെന്ന് അറിയിക്കാൻ വേണ്ടി ഈ റെഡ് ഹെയർ ജയൻസിന്റെ റെഡ് ഹെയർ ഉള്ളതൊക്കെ ദേഹത്തിടുകയും ഇതെല്ലായിടത്തും പോയി പബ്ലിഷ് ചെയ്യുകയും ഇത് സത്യമാണ്, ഇത് മറച്ചു വെച്ചതാണ്, എൻ്റെ അച്ഛൻ ഉൾപ്പെടെ അറിയാം, ഇത് വൈ എന്നുള്ളത് നമ്മൾ പോവാണ്. അത് പറഞ്ഞു വരുമ്പോഴേ മനസ്സിലാവും. അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പം ഇതെല്ലാം ഹിസ്റ്ററി ഓഫ് വിനിമോക്ക. ഇതിങ്ങനെ പോയി ഇയാൾ ഇതെല്ലാം കൂടെ കണ്ട് ജോൺ ടി റീസിന് വട്ടായ അവസാനം ജോൺ ടി റീസ് എന്ത് ചെയ്തു, ഓക്കെ കയറാമെന്നും പറഞ്ഞുകൊണ്ട് മൈനിങ് എഞ്ചിനീയർ ആണ്, ആർക്കിയോളജിസ്റ്റ് ആണ്, സയന്റിസ്റ്റ് ആണ്. യെസ്, കേവിനകത്തോട്ട് കയറിയത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. നമ്മളുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആയിരുന്നോ, ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു? ഹാർവാർഡ് അല്ലെങ്കിൽ വേറെ ഏതാണ്, അത് ഞാൻ കൊടുത്തേക്കാം. യൂണിവേഴ്സിറ്റിയും സ്മിത്സോണിയൻസും ഗവൺമെന്റ് ഒഫീഷ്യൽസും ഇത് സത്യമാണെന്ന് കണ്ടെടുക്കാൻ പാസ്റ്റേഴ്സിനെയും ലോക്കൽ പോലീസിന്റെ ഷെറിഫ് എന്നൊക്കെ പറയുന്ന റേഞ്ചില്ലേ, അവരെയൊക്കെ കൊണ്ടാണ് പോയത്. അങ്ങനെ ആ കേവ് 2 വട്ടമാണ് എക്സ്കവേറ്റ് ചെയ്യുന്നത്, 1912 1924. അങ്ങനെ ഇത് 2 വട്ടവും എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം 1929 ഗവൺമെന്റ് ഒഫീഷ്യലി പബ്ലിക്കിന് റിലീസ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ കേവിൻ്റെ എൻട്രൻസ് ഫുള്ളി ബേൺഡ് ഓഫ് ആണ്.
മനസ്സിലായി. ഇതുവരെ അവരാരും ആ കേവിനകത്ത് എന്തുവാന്ന് നോക്കിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഹൺഡ്രഡ്സ് ഓഫ് കേവ്സ്. അവർക്ക് അതിനകത്തോട്ട് അന്നത്തെ കാലത്ത് 1 കോടി രൂപ കൊടുത്ത് പോകേണ്ട കാര്യമില്ല. അത്ര അങ്ങ് എക്സ്കവേറ്റ് ചെയ്ത് വേണം, പാറ പൊട്ടിച്ചേ വേണം പോകാൻ. അപ്പത്തേനും അങ്ങനെയാണ് ഇവർ ഈ കേവ് സിസ്റ്റം കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഈ കേവ് സിസ്റ്റത്തിൽ ബേൺഡ് എവിഡൻസും ഈ എനോർമസ് ആയിട്ട് വലിയ ഹാൻഡ് പ്രിൻസുകളും ഈ കരിക്കകത്തൊക്കെ ഒരു 5-6 വിരളൊക്കെ ഉണ്ട്. അത് ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം. അതെന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 എൻ്റെ കയ്യുടെ അത്രയുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ലാതെ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ആർട്ടിഫാക്ട്സ് കണ്ടുപിടിച്ചു. ഇഷ്ടം പോലെ ഹ്യൂമൻ ബോൺസ് കണ്ടുപിടിച്ചു. ആ ബോൺസിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ ഈ ബോൺസിനകത്ത് കിട്ടിയ ബോൺസിനകത്തെല്ലാം ഒരു കാര്യം കോമൺ ആയിട്ടുണ്ട്. ബോൺ മാരോ റിമൂവ്ഡ് ആയിട്ടുള്ളതാണ്. ബോൺ മാരോ റിമൂവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലിനകത്ത് മജ്ജയുണ്ട്, അറിയോ? മജ്ജ റിമൂവ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് ഹ്യൂമനിന്റെ കൺസ്യൂം ചെയ്ത്. കറക്റ്റ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഹ്യൂമൻസിന്റെ നമ്മളുടെ സൈസിലുള്ള ആളുകളുടെ എല്ലാം ബോൺസ് അവിടെ കിടപ്പുണ്ട്. പക്ഷെ എല്ലാ വലിയ എല്ലുകളുടെയും അറ്റം പൊട്ടിച്ചിട്ട് നമ്മൾ കോഴിയുടെ ഒക്കെ ചിലവരിങ്ങനെ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അത് ഇച്ചിരി ബാഡാ. പക്ഷെ അങ്ങനെ കഴിക്കുന്നവരുണ്ട്. ഭയങ്കര ഹെൽത്തിയാന്നാ പറയുന്നത്. അപ്പം അതുപോലെ ഹ്യൂമൻസിന്റെ ബോണുകളെല്ലാം മജ്ജ കടിച്ചു പൊട്ടിച്ച് വലിച്ചു കുടിച്ചേക്കുക. ഇറ്റ് ഈസ് ദ പ്രൈം എക്സാമ്പിൾ ഓഫ് കാനിബലിസം. മനുഷ്യരെ തിന്നുന്നതിന്റെ ഏറ്റവും വലിയ എവിഡൻസുകളായിട്ട് നമുക്ക് ആ 1800s കിട്ടിയ ഏറ്റവും വലിയ തെളിവുകൾ ഒന്നാണത്. 2, ചില ചെരുപ്പുകൾ പോലും ഉപയോഗിക്കുന്ന സാൻഡൽസ് പോലുള്ള സാധനം കിട്ടി. ഞാൻ അതിൻ്റെ ഫോട്ടോ കൊടുത്തേക്കാം. ആ ചെരുപ്പിൻ്റെ സൈസ് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മളുടെ സൈസ് UK അല്ലെങ്കിൽ അമേരിക്ക വെച്ച് സൈസ് 29 ആണ്. യെസ്, സൈസ് 29 ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചെരുപ്പ്. ആ മറ്റേ തുലി എന്ന് പറഞ്ഞൊരു സാധനം വെച്ചുണ്ടാക്കിയ ചെരുപ്പാണ്. എന്നിട്ട് അവരതിൻ്റെ ക്ലോത്തിങ് ഉണ്ടാക്കി. ക്ലോത്തിങ് ഉണ്ടെങ്കിൽ നമുക്കൊരു 4 പേർക്ക് ആ ഷർട്ടിൻ്റെ തുളയിൽ കൂടെ കയറി അകത്ത് വയ്ക്കാം. എന്ന് പറഞ്ഞാൽ എനോർമസ് ചെസ്റ്റ് ഉള്ള ക്ലോത്തിങ് ആണ്. അതുപോലെ തന്നെ അവരുടെ ബോൺസ്, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇതെല്ലാം കിട്ടി. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി, സംഭവിച്ച കാര്യങ്ങളെല്ലാം കഥയിലുള്ളത് സത്യമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കൂടുതൽ പോവാം. കാരണം ചർച്ചിൽ കൗണ്ടി മ്യൂസിയം എന്ന് പറയുന്ന ഒരു മ്യൂസിയം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ കിട്ടും. ചർച്ചിൽ കൗണ്ടി മ്യൂസിയം അവിടെ നെവാഡയിലുള്ളതാണ്. അവിടെ ഈ ക്ലോത്തിങ്, ആ സാൻഡിൽസും ആ ബോൺസും പബ്ലിക്കലി എക്സിബിറ്റ് ചെയ്ത സാധനമാണ്. എന്ന് പറഞ്ഞാൽ ചർച്ചിൽ എന്ന് പറഞ്ഞാൽ മറ്റേ വിൻസ്റ്റൺ ചർച്ചിൽ പ്രസിഡന്റിന്റെ പേരിൽ തുടങ്ങിയ സാധനമാണ്. അപ്പോൾ സാധനമാണെന്ന് തോന്നുന്നു, അല്ലാതെ ചർച്ചിൽ കൗണ്ടിൽ വരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള സാധനത്തിൽ ഈ സാധനങ്ങൾ, ഈ ക്ലോത്ത്സും ഷൂസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1912 അതേ സ്ഥലത്ത് നിന്ന് 10 മീറ്ററിന് മുകളിലുള്ള 2 മമ്മിഫൈഡ് ജയൻസിന്റെ ഫുൾ സ്കെലിറ്റൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോയും ഞാൻ കൊടുത്തേക്കാം. ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യത്തിൻ്റെയും ഫോട്ടോസ് അവിടെ കൊടുത്തേക്കും, നിങ്ങൾ നോക്കുക. ഇത് മാത്രമല്ല, ഇതിനകത്തെ ഈ സ്കെലിറ്റണിനകത്തെ ആളുകളുടെ ജോ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ 3 ത്രൈസ് ദ സൈസ് ഓഫ് ഹ്യൂമൻസ് എന്നാണ് റിപ്പോർട്ടിൽ കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ മീറ്റ് ടേറിയാനല്ല, ഹ്യൂമൻ ബോണും ഹ്യൂമൻസിനെ കടിച്ച് 2 ആക്കാൻ പറ്റുന്ന ജോസ് ആണ്. മനസ്സിലായോ? അപ്പൊ അതിന് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ, നാച്ചുറലി അത്രയും വലിയൊരു ഹ്യൂമങ്കസ് പ്രഡേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രേ ആണ്. കാരണം അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഇത് ചെയ്യുന്നത്, നമ്മളെ കാട്ടി ചെറുത് അല്ലെങ്കിൽ കൊല്ലാൻ പറ്റുന്ന സാധനങ്ങളെയാണ്. അത് എക്സിസ്റ്റ് ചെയ്തത് അത്ര ക്രൂരകരമാണെങ്കിൽ ദൈവം അതിനെ ഉണ്ടാക്കില്ല. ഇറ്റ് വാസ് ഓൺ അവർ ഫുഡ് ചെയിൻ. നമ്മളുടെ ഫുഡ് ചെയിനിൽ നാച്ചുറലായിട്ട് ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ജൈൻസിനെ കണ്ടുപിടിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞിട്ട് ഇതൊന്നും ഏഷ്യൻ കൺട്രീസിൽ കണ്ടുപിടിച്ചിട്ടില്ല. 100% ഉണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പോകും. ഏഷ്യൻസിന്റെ ഇപ്പൊ നമ്മൾ നോർത്ത് അമേരിക്കയിലോട്ടാണ്, നമ്മൾ ചൈനയിലോട്ട് പോകും, ജപ്പാനിലോട്ട് പോകും, ടിബറ്റിലേക്ക് പോകും, ഇന്ത്യയിലേക്ക് പോകും, എല്ലാം വരുന്നുണ്ട്. അതാണ് ഈ എപ്പിസോഡിന്റെ ഹുക്ക്. കാരണം എന്തിന്, എപ്പോ, എങ്ങനെ, ആര്, ഈ 4 ചോദ്യവും നമുക്ക് മനസ്സിലാക്കും ഈ എപ്പിസോഡ് കാണുമ്പോൾ. കാരണം എന്തിനാണ് ഈ തെണ്ടികൾ ഇത് ചെയ്തതെന്നുള്ളത് വരെ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഈ അമേരിക്കയിൽ ഈ എക്സ്കവേഷൻസ് കൂടി തുടങ്ങി, ട്രഷർ ഹണ്ടിങ് കൂടി തുടങ്ങി. കാരണം ഈ ബോൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അന്നൊരു ബ്ലഡ് സ്പോർട്ടാണ്. കാരണം ജോൺ ടി റീഡ് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറി അമേരിക്കയിലെ. അപ്പോൾ ഈ ജയൻസിനെ അമേരിക്ക മൊത്തം കണ്ടു തുടങ്ങി. അമേരിക്ക അങ്ങനെ
ഒരു സ്റ്റീരിയോടിപ്പിക്കൽ നെയിം അവർക്ക് കിട്ടി. അമേരിക്ക ബിഫോർ നേറ്റീവ് അമേരിക്കൻസ് വാസ് ദി ലാൻഡ് ഓഫ് ജയൻസ്. അപ്പോൾ ഇനിയും ഈ ജയൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പോൾ ഇവൻ ചോദിച്ച പോലെ നമ്മൾ പറയാണ്. ഇനി ഞാൻ കുറച്ച് സ്ഥലങ്ങൾ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് ഫോട്ടോസും വർഷങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുക, നോക്കുക, നിങ്ങൾ സെർച്ച് ചെയ്യുക. ഒഹായോയിൽ ജയൻറ്റ് സെർപ്പൻ മൗണ്ടൻ എന്ന് പറയുന്ന ഒരു മൗണ്ട് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം 1400 മീറ്റർ ഫുട്ട് ലോങ് 1400 ഫുട്ട് ലോങ് ഒരു പ്രീ ഹിസ്റ്റോറിക് മൗണ്ടാണ്. വലിയൊരു മൗണ്ടനാണ്. അതിനകത്ത് അടിയിൽ എന്താണ് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു മൗണ്ടൻ ടോപ്പാണ്. ആ മൗണ്ടൻ ടോപ്പിൽ 1400 ഫുട്ട് ഒരു പാമ്പിനെ പോലെ ഒരു സ്ക്രിപ്ചർ ഇങ്ങനെ വരച്ചു വെച്ചേക്കുവാണ്. 1400 ഫീറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ബിഗ്. മനസ്സിലായോ? യാ. അപ്പം ഈ സ്ഥലത്തും ഈ ജയൻസിനെ പറ്റി ഒത്തിരി സ്റ്റോറീസും, ഈ ജയന്റ് ആണ് ഈ പാറയ്ക്ക് അടിയിൽ ഒരു വലിയ പിരമിഡ് പോലെ ഒരു കെട്ടിടമാണെന്നും ഇത് പണ്ട് ജയൻസ് പണിഞ്ഞതാണെന്നും ഈ മൗണ്ട് അത് കഴിഞ്ഞ് ശേഷം വന്ന ജയൻസിന്റെ മക്കള് ആരാധിക്കുന്ന സ്ഥലമാണെന്നും ഒക്കെയാണ് അവിടുത്തെ പണ്ടത്തെ ഫോക്ലോർ. അവിടെ പോയ ഒരു സാധാരണപ്പെട്ട ആളുടെ വീട്ടിൽ പോയി ചോദിച്ചാൽ അവരിത് പറയും. അവരുടെ മുത്തശ്ശി പറഞ്ഞു കൊടുത്തേ, മുത്തശ്ശിക്ക് എവിടെ നിന്ന് വന്നേ, അവരുടെ മുത്തശ്ശിയുടെ നിന്ന് വന്നേ. അങ്ങനെ സയന്റിസ്റ്റുകാർ ഇത് ചെക്ക് ചെയ്തപ്പോഴത്തേനും വിയേർഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും ഈ ഇലക്ട്രോമാഗ്നറ്റിസം എല്ലാം ഇവിടെ വരുന്നുണ്ട്, നമ്മുടെ മൗണ്ട് കൈലാഷൊക്കെ പോലെ. അപ്പോഴത്തേക്കും ആളുകൾ എക്സ്കവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിനകത്തോട്ട് താഴോട്ട് കുഴിച്ച് പോയി ആ പിരമിഡോ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പോയപ്പം ദേ ഫൗണ്ട് ജയൻസ് സ്കെലിറ്റൻസ്. എന്ന് പറഞ്ഞാൽ അവിടെയും സ്കെലിറ്റൻസ് ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 1872 ഇറങ്ങിയ ഒരു ബുക്കാണ് ദ ഹിസ്റ്ററിക്കൽ കളക്ഷൻസ് ഓഫ് നോവൽ കൗണ്ടി ഓഫ് ഒഹായ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഒരു ബുക്ക് പോലെ അവിടുത്തെ ബുക്കാണ് ഹിസ്റ്റോറിക്കൽ കളക്ഷൻസ് ഓഫ് നോവൽ കൗണ്ടി ഓഫ് ഒഹായോ എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ ഒഹായോയിലെ ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻ ബുക്കാണ്. അവിടെ 1872 ബുക്കിലെ ലെഡ്ജറിൽ ഇപ്പോഴും ഉണ്ട് എനോർമസ് സ്കെലിറ്റൻസ്, 2 ഫുൾ സ്കെലിറ്റൻസ് 9 ഫീറ്റ് ഓഫ് ഹൈറ്റ് ഉള്ളത്. എക്സ്കവേറ്റ് പിരമിഡ് കണ്ടുപിടിക്കാൻ പോയതാ. അതിനകത്ത് അവർക്ക് പ്രത്യേകതയുണ്ട്. ഈ 2 പേർക്കും ജോയ്ക്കകത്ത് ഡബിൾ ടീത്താണ്. എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ മുകളിൽ 2 റോ, അകത്തും പുറത്തും, താഴെയും 2 എണ്ണം. എന്ന് പറഞ്ഞാൽ മീറ്റ് ചൂ ചെയ്യുന്നതിൻ്റെ അങ്ങേ അൾട്ടിമേറ്റ്. ഇതാണ് അവിടെ കണ്ടുപിടിച്ചത്. ഇനി അടുത്തത് 1800, ഞാൻ ഫോട്ടോസ് എല്ലാം കൊടുത്തേക്കാം. 1891 ആന്ത്രപ്പോളജിസ്റ്റ് ഫെഡറിക് വോൺ പാറ്റ്നം പുള്ളി 2 ഭയങ്കരമായ സ്കെലിറ്റൻസ് കണ്ടുപിടിച്ചു. അതും 8 ഫീറ്റിന് മുകളിൽ ടോളറായിട്ടുള്ള 2 സ്കെലിറ്റൻസ് ആണ്. അതും അവിടുന്ന് തന്നെയാണ് കിട്ടിയത്. ഇനിയും 1897 ഒരു ഫാർമർ എന്ന് പറഞ്ഞാൽ ഫാർമറിന്റെ പേര് വരെ പത്രത്തിൽ വന്നതാണ് വാരൻ കോവൻ. WARREN സെർച്ച്. വാരൻ കോവനില് ഈ ഫൗണ്ടർ ഇയാൾ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ എന്തോ പശുവിനെ തൊഴുത്തിന് എന്തോ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഇയാൾ കുഴിയെടുക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു ആ തുള കുഴിച്ചു പോയപ്പോഴത്തേക്കും വലിയൊരു കേവ് സിസ്റ്റം. ആ കേവ് സിസ്റ്റത്തിൽ നിന്ന് അയാൾക്ക് ജയൻസിന്റെ ഒരു ഗ്രേവ്യാർഡ് കിട്ടി. എന്ന് പറഞ്ഞാൽ പണ്ട് ജയൻസിനെ അടക്കിക്കൊണ്ടിരുന്ന സമയം, നമ്മളുടെ ഇപ്പോൾ ഒരു സെമിത്തേരിയിൽ പോയാൽ ഒരു 100 ജയൻസിന്റെ ബോഡി 100 മനുഷ്യരുടെ ബോഡി കിട്ടില്ലേ, അതുപോലെ അയാൾക്ക് ജയൻസിന്റെ ഒരു ഗ്രേവ്യാർഡ് കിട്ടി. അതും ഈ സെർപ്പൻ മൗണ്ടിന് അടുത്താണ്, വളരെ അടുത്തായിട്ടാണ്. അതുപോലെ തന്നെ ഇത് ന്യൂസ് പേപ്പറിലും ആർട്ടിക്കിൾസിലും കാര്യങ്ങളിലും എല്ലാം വന്നു. അതിൻ്റെ ക്ലിപ്പിങ്സും കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കാം. എന്നിട്ട് ന്യൂയോർക്ക് ടൈംസ് ഇതിനെ കവറപ്പ് ചെയ്തു. എന്നിട്ട് മാത്രമല്ല, ഈ സെർപ്പൻ മൗണ്ടിൻ്റെ അടുത്ത് വേറെയും 9 ഫീറ്റിന് അപ്പുള്ള 10 ഫീറ്റ് 11 ഫീറ്റ് ഒക്കെ ഉള്ള സ്കെലിറ്റൻസ് ധാരാളം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ആ സമയത്ത് ന്യൂസുകളിൽ വരുന്നു. ഇതെല്ലാം എവിടെ പോയി, എന്ത് പറ്റി, ഇതൊക്കെ ഫേക്കാണോ, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ റോസ് ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ബേർഡ് മൗണ്ടൻ എന്ന് പറയുന്ന ഒരു മൗണ്ട് വേറെ ഉണ്ട്. നമ്മുടെ ഈ സ്നേക്ക് മൗണ്ടിൻ്റെ സെർപ്പൻ മൗണ്ടിൻ്റെ ഒരു 70 മൈൽസ്, ഏകദേശം ഒരു 120-100 കിലോമീറ്റർ അതിനടുത്താണ്. അപ്പോഴത്തേക്കും ഈ സെർപ്പൻ മൗണ്ടിൻ്റെ അടുത്ത് അതും വേറൊരു ലാർജ് മൗണ്ടൻ ആണ്. മൗണ്ടൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്, അനോമലീസ് ഉണ്ട്. അവിടെയും ചെക്ക് ചെയ്യാൻ ചെന്നപ്പോൾ ഇതുള്ളത് മയാമി വാലി ഒഹായോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫുള്ളി റിക്കവേർഡ് ആയിട്ടുള്ള സ്കെലിറ്റൻസ് നമുക്ക് കിട്ടി. അത് പത്രത്തിൽ വന്നതും ലെഡ്ജർ ചെയ്തതുമാണ്. ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് എവർ റെക്കോർഡഡ് ഹ്യൂമൻ സ്കെലിറ്റൻ. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നമുക്ക് 10 ഫീറ്റ് കിട്ടിയിട്ടുണ്ട്, 11 ഫീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ മനുഷ്യരെ എടുത്തതും ഫോട്ടോ എടുത്തതും റെക്കോർഡറുമായിട്ടുള്ള
ഏറ്റവും വലിയ ഹ്യൂമൻ സ്കെലിട്ടൺ നമുക്ക് അവിടെ നിന്ന് കിട്ടി. എന്നിട്ട് ഇത് ചെക്ക് ചെയ്തതും എടുത്തതും സർ റോസ് ഹാമിൽട്ടൺ തന്നെയാണ്. എന്നിട്ട് പ്രൊഫസർ തോമസ് വിൽസൺ എന്ന് പറഞ്ഞ് ഹീ ഈസ് കൺസിഡേർഡ് ഓർ ഹീ ഈസ് നെയിംഡ് ക്യൂറേറ്റർ ഓഫ് പ്രീ ഹിസ്റ്റോറിക് ആന്ത്രോപോളജി. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ക്യൂറേറ്റർ ഓഫ് പ്രീ ഹിസ്റ്റോറിക് ആന്ത്രോപോളജി എന്ന് ചുമ്മാ സെർച്ച് ചെയ്താൽ പ്രൊഫസർ തോമസ് വിൽസൺ എന്ന് വരും. ആ പ്രൊഫസർ തോമസ് വിൽസണെയാണ് അന്നത്തെ US ഗവൺമെൻറ് വിട്ടത്. ഇതെന്തുവാണ്, ഇത് സംഭവം എന്തുവാണ്, ഇതൊക്കെ കുറേ ന്യൂസ് കേൾക്കുന്നല്ലോ വൈറ്റ് ഹൗസിൽ, വാട്ട് ഈസ് ദിസ്, ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി വന്നു US നാഷണൽ മ്യൂസിയത്തിൻ്റെ ഒഫീഷ്യൽസിനെയും കൊണ്ടുവന്നിട്ട്. ആ സമയത്ത് പുള്ളി ഒരു US ഡിപ്ലോമാറ്റും കൂടിയാണ്. നമ്മുടെ ഇപ്പം ജയശങ്കറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ പോലെ US ഡിപ്ലോമാറ്റും കൂടിയാണ്. ആ സമയത്ത് അയാളുടെ ലെഡ്ജർ കംപ്ലീറ്റ് ചെയ്തു, സ്വന്തമായിട്ട്, അസിസ്റ്റൻസിനില്ല, സ്വന്തമായിട്ട് സ്കെയിൽ ചെയ്തു, സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അയാളുടെ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് റിപ്പോർട്ടിൻ്റെ പുറവിൽ പേന കൊണ്ടൊരു വാക്ക് എഴുതി, അന്നത്തെ പെൻസിൽ വെച്ച്, ഒത്തൻറ്റിസിറ്റി ഈസ് 100% ട്രൂ ആൻഡ് അൺമാച്ച്ഡ്. മനസ്സിലായോ? ആ ഫയൽ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. റിപ്പോർട്ട് എടുത്തിട്ട് അയാൾ തന്നെയാണെന്ന് എന്ന് പറഞ്ഞാൽ ഹീസ് വൺ ഓഫ് ദി ടോപ്പ്. ഇയാളെക്കാട്ടി മുകളിൽ വേറെ ആരുമില്ല. ഹീസ് ദ ക്യൂറേറ്റർ ഓഫ് പ്രീ ഹിസ്റ്റോറിക് ആന്ത്രോപോളജി. അയാൾ ഫയൽ റിപ്പോർട്ട് ചെയ്തിട്ട് എടുത്ത് തിരിച്ചു വെച്ചിട്ട് ടു ദ പ്രസിഡന്റ് ആണ് സാറിന്, ഒതന്റിസിറ്റി ഈസ് 100% ട്രൂ ആൻഡ് അൺമാച്ച്ഡ്. കാരണം ലോകത്തെ ഏത് ആർക്കിയോളജിസ്റ്റ് പോയാലും പ്രൊഫസർ പോയാലും ഇയാൾക്ക് താഴെയുള്ള ആളുകൾക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇയാൾ വരുന്നത് ഹീസ് ഓൺലി റിപ്പോർട്ടിംഗ് ടു ദ പ്രസിഡന്റ്. മനസ്സിലായോ? അതാണ് സീൻ. അയാൾ അങ്ങനെ എഴുതിയാണ് കൊടുത്തത്. ഇനി 1959 ഡോക്ടർ റൊണാൾഡ് ഡ്രാഗു എന്ന് പറയുന്ന ആള്, ഡൊണാൾഡ് ഡ്രാഗു ഒരു 8 feet സ്കെലിട്ടൺ കണ്ടുപിടിച്ചിരുന്നു. അതും സർപ്പൻ മൗണ്ടിന്റെ. ഇതൊക്കെ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളാണ്. ഫോട്ടോ എടുക്കുക, വിടുക. ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിനാണ് ഞാൻ വർഷം പറയുന്നത്. അടുത്തത് 1958 ഒരു വാട്ടർ കമ്പനി ഉണ്ടായിരുന്നു, സാക് റാപ്പിഡ്സ് വാട്ടർ കമ്പനി. അത് അവിടെ അന്നത്തെ കാലത്ത് അവിടെ എല്ലാം നമ്മൾ ഇവിടുത്തെ ഇപ്പം എന്താ പറയുന്നത്, ഭാരത് പെട്രോളിയം എന്ന് പറയുന്ന പോലെ അമേരിക്കയിലെ വലിയൊരു സംഭവമാണ് സാക് റാപ്പിഡ്സ് വാട്ടർ കമ്പനി അന്നത്തെ കാലത്ത്. അപ്പം അവിടെ ഒരു റുട്ടീൻ മൈനിങ്ങോ എക്സ്കവേഷനോ നടന്ന സമയത്ത് 10 foot സ്കെലിട്ടൺസിനെ കണ്ടുപിടിച്ചു, മൾട്ടിപ്പിൾ. അത് അവർ റെക്കോർഡ് ചെയ്തു. അത് റെക്കോർഡ് ചെയ്തത് പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ടും അവർക്ക് ഇൻഷുറൻസോ കാര്യങ്ങളോ ക്ലെയിം ചെയ്യേണ്ടോ, അല്ലെങ്കിൽ സ്ഥലം ഇവിടെ വാട്ടർ ലോഗ്ഡ് സ്ഥലമാണ്, ഇവിടെ മണ്ണിൻ്റെ അടിയിൽ ധാരാളം വെള്ളം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കണ്ടുപിടിച്ച് വന്ന് എക്സ്കവേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇവർക്ക് ലാൻഡ് നഷ്ടപ്പെടാൻ പാടില്ല. സോ ദേ റെക്കോർഡഡ് എവറി ഡീറ്റെയിൽ. കേസ് വന്നാലോ കാര്യങ്ങൾ വന്നാലോ. അങ്ങനെ ഇവർ ഡേറ്റ് വരുന്നുണ്ട്. June 11, 1933 ലെഡ്ജർ അവർ റെക്കോർഡ് ചെയ്ത ജയൻസിന്റെ 3 ജയന്റ് സ്കള്ളാണ് വന്നത്. 3 ജയൻസിന്റെ സ്കള്ളും ഒരു ഫുൾ സ്കെലിട്ടണും. ഇത് വന്നത് സ്റ്റീൽ വില്ലെ എന്ന് പറയുന്ന STEELE വില്ലെ, മിസൂറി എന്ന് പറയുന്ന സ്ഥലത്ത് പബ്ലിക്കലി ഇവര് ഇത് എക്സിബിറ്റ് ചെയ്തു. മനസ്സിലായോ? ഇതിന്റെ ഒതന്റിസിറ്റി ഇനി സർക്കാർ വന്ന് മറയ്ക്കുവോ, നമ്മുടെ ലാൻഡ് ഗ്രാബ് ചെയ്യുവോ, വേറെ എന്തെങ്കിലും കള്ളത്തരം പറയുവോ, ഇതെന്തെങ്കിലും ഭാവിച്ച് ദേ പബ്ലിക്കലി എക്സിബിറ്റഡ് ദീസ് സ്കെലിറ്റൺസ്. വാർത്തയിൽ അവർ തന്നെ കൊടുത്തു. എന്നിട്ട് ആ സ്കെലിട്ടന്റെ പടവും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. 3 സ്കെലിട്ടൺസ്, 3 സ്കള്ളും ഒരു സ്കെലിട്ടണും. അങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു കാലിഫോർണിയ പ്രൊഫസർ തോമസ് വിൽസൺ, നമ്മൾ ഇയാളെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ അന്ന സമയത്ത് പ്രൊഫസർ ജയന്റ് സ്കെലിട്ടൺ ഇൻസ്പെക്ട് ചെയ്തതും മെഷർ ചെയ്തതും എല്ലാം പുള്ളി തന്നെ ആയിരുന്നു. ഏതാ? നമ്മളുടെ കാലിഫോർണിയൻ പ്രൊഫസർ തന്നെയായിരുന്നു. ഇനിയും കാറ്റലീന ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡ് ഉണ്ട്. അതും നമ്മളുടെ US-ന്റെ ഒക്കെ തന്നെയാണ്. അപ്പോഴത്തേനും കാലിഫോർണിയ തന്നെയാണ് ഇത് വരുന്നത്. റാൽഫ് ഗ്ലിഡൻ എന്ന് പറയുന്ന ഒരാൾ റാൽഫ് ഗ്ലിഡൻ എന്ന് പറയുന്ന ഒരാൾ എക്സ്കവേറ്റർ ആയിരുന്നു, ട്രഷർ ഹണ്ടർ ആയിരുന്നു, അതുപോലെ തന്നെ ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. അയാള് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് സമയം കണ്ടു, ഇഷ്ടംപോലെ കാശുണ്ട്. സോ ജയൻസിന്റെ കാര്യങ്ങൾ കണ്ടു. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് എക്സ്കവേറ്റിംഗ് ആൻഡ് ഫൈൻഡിങ് ജയൻസ്. ബിറ്റ്വീൻ 1919 to 1930 വരെ 3781 ജയന്റ് സ്കെലിട്ടൺസ് ആണ് പുള്ളി കണ്ടുപിടിച്ചതും ഗവൺമെന്റിന് കൈമാറിയതും. ഓരോ സ്കെലിട്ടൺ കൈമാറുമ്പോഴും റെക്കോർഡ് പൈസയും പുള്ളി വാങ്ങിച്ചതിന്റെ തെളിവ് ഇപ്പോഴും ഉണ്ട്. മനസ്സിലായോ? 1833 മെക്സിക്കൻ സോൾജിയേഴ്സ് 10 foot ജയൻസിനെ കണ്ടുപിടിച്ചു.
10 ഫുഡ് ജയൻസിനെ കണ്ടുപിടിച്ച ഒരു സർഫാഗസ് എന്നാണ് പേര്. സർഫാഗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മമ്മിയൊക്കെ ഇട്ട് മൂടൂലേ, അതിന്റെ സാധനമാണ്. നമ്മൾ മമ്മി സിനിമയൊക്കെ കണ്ടാൽ അറിയാം, ഇവരെ ഒരു കുഴിക്കകത്തിട്ടിട്ട് കുറെ തേളിനെ ഇട്ടിട്ട് അടയ്ക്കുന്ന ആ സാധനമാണ് പേര്. സർഫാഗസ് എന്നോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ഇത് ഒരു ബെഡാണ്. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും വെപ്പൺസും, ഇതിനകത്ത് വലിയ സൈസിലുള്ള വെപ്പൺസും ടൂൾസും ജുവലറീസും എല്ലാം ഉണ്ട്. എന്നിട്ട് ഇതിനകത്തെ ആക്ക് ഡബിൾ ടൂത്തും ഉണ്ട്. ഇതും ഗവൺമെന്റ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങളിത് കേൾക്കണം, അമേരിക്കയിൽ മാത്രം ലാസ്റ്റ് 200 വർഷത്തിൽ 1000 മുകളിൽ ഒഫീഷ്യൽ 1013 1713 ആണ് ഒഫീഷ്യൽ സൈറ്റിൽ 9 ഫുട്ട് ആൻഡ് ടോളർ ആയിട്ടുള്ള ജയൻസിനെ കണ്ടുപിടിച്ച് ഒഫീഷ്യൽ സൈറ്റുകളുണ്ട്. റെക്കോർഡിക്കലി ഇൻ ഗവൺമെന്റ് ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യപ്പെട്ടത്. എന്നിട്ട് ഈ സൈറ്റുകൾ 1113 എന്നുള്ള സൈറ്റുകൾ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഗവൺമെന്റ് അക്നോളജ് ലെഡ്ജേഴ്സിലുള്ളതും ഫോട്ടോ പ്രൂഫും പബ്ലിക് റെക്കോർഡ്സും എക്സിബിഷനും ഒഫീഷ്യൽ FIR റിപ്പോർട്ട് ചെയ്തത് മാത്രമാണ് 1113. FIR റിപ്പോർട്ട് ചെയ്തത് 1000+. മനസ്സിലായോ? അപ്പോൾ ആൾ ബോൺസ്, ഇതിനകത്ത് കിട്ടിയ എല്ലാ ബോൺസും ഒരു പ്രത്യേക ഭാഗം ആളുകൾ വാങ്ങിക്കുവാണ്. എക്സിബിഷൻ വരുന്നു, ആളുകളെ കാണിക്കുന്നു. 2 days 3 days 5 days ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ട്രെയിൻ എത്തേണ്ട സമയം പീപ്പിൾ ആർ ബൈയിങ് ദിസ്. ഇതാരാണ് ബൈ ചെയ്യുന്നത്, ഇത് എവിടേക്കാണ് പോകുന്നത് എന്നത് അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത് ഈ ബോൺസ് എല്ലാം സ്മിത്സോണിയൻസ് വന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണ്. സ്മിത്സോണിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താലോ ചാറ്റ് GPT ചോദിച്ചാലോ ഒറ്റ സെന്റൻസിൽ ഒരു ഉത്തരം വരും. ലാർജസ്റ്റ് മ്യൂസിയം, ലാർജസ്റ്റ് എഡ്യൂക്കേഷൻ, ലാർജസ്റ്റ് റിസർച്ച് കോംപ്ലക്സ് ഇൻ ദ വേൾഡ്. സ്മിത്സോണിയൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്കറിയാം. സ്മിത്സോണിയൻ ഈസ് ദി ക്യൂറേറ്റർ ഓഫ് ഈവൻ NCERT. യെസ്, സ്മിത്സോണിയൻ ഈസ് ദി ക്യൂറേറ്റർ ഓഫ് NCERT. നമ്മൾ 1 മുതൽ 12 വരെ പഠിക്കുന്ന സിലബസ് സ്മിത്സോണിയൻ സിലബസ് ആണ്. യെസ്, നമ്മൾ ഏത് മ്യൂസിയത്തിൽ പോയാലും ലോകത്ത്, ഇപ്പം ഞാൻ ഒരു മ്യൂസിയം എനിക്ക് തുടങ്ങാൻ അനുവാദമില്ല, ലോകത്തെ ഏത് മ്യൂസിയത്തിൽ പോയാലും ഇറ്റ്സ് എ സ്മിത്സോണിയൻ മ്യൂസിയം, ഇൻക്ലൂഡിംഗ് ദ ട്രിവാൻഡ്രം വൺ. ലോകത്തെ ഏത് എഡ്യൂക്കേഷൻ പോയാലും 99.9% എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സിലബസ് ക്യൂറേറ്റ് ചെയ്യുന്നത് സ്മിത്സോണിയൻസ് ആണ്. പക്ഷെ ഗവൺമെന്റ് ഓൺഡ് ആണെങ്കിലും അവർക്ക് ഇന്റർനാഷണൽ ലെഡ്ജേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു സാധനം ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഡൈനോസറിന്റെ ബോൺ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് എനിക്കിത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഡൈനോസറിന്റെ ബോൺ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഞാനിത് കേന്ദ്രത്തിന് കൈമാറും. കേന്ദ്രം ഇത് ഡൈനോസർ ബോൺ ആണോ എന്ന് കേന്ദ്രത്തിന് ഇത് ആരോ ഒപ്പിട്ട് കൊടുക്കുന്ന അറിയാവോ? സ്മിത്സോണിയൻ. കാരണം സ്മിത്സോണിയനെ ഒറിജിനൽ ഡൈനോസർ ഏതാണെന്നും ഒറിജിനൽ ഡൈനോസറിന്റെ DNA ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുമെന്ന് അവർക്കേ ഇൻഫർമേഷൻ ഉള്ളൂ. ആ സ്മിത്സോണിയൻ ഇത് DNA ഡൈനോസർ ആണെന്ന് പറഞ്ഞ് എനിക്ക് സമ്മതിച്ചാലേ ആ ബോൺ എനിക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട്. ഇതാണ് കളി. അതുപോലാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം. മനസ്സിലായോ? അതുപോലാണ് റിസർച്ച് കോംപ്ലക്സസ്. എന്ന് പറഞ്ഞാൽ സ്മിത്സോണിയൻ ആണ് നമ്മുടെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഇതിൽ സ്മിത്സോണിയന്റെ ക്യൂറേഷൻ ഉണ്ട്. എന്തിന്? മ്യൂണിച്ച് ഇന്റർനാഷണൽ, ജർമ്മനിയിലെ ഏറ്റവും വലിയ റിസർച്ച് കോംപ്ലക്സിൽ സ്മിത്സോണിയന്റെ ക്യൂറേഷൻ ആണ്. സേൺ എന്ന് പറഞ്ഞാൽ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് സ്മിത്സോണിയന്റെ ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചാറ്റ് GPT ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരുടെ ഫണ്ടിങ് നോക്കി, എല്ലാം സ്മിത്സോണിയനിൽ നിന്നാണ്. 6 to 8% എന്ന് പറഞ്ഞാൽ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ എന്ന് പറയുമ്പോൾ ബില്യൺസ് ആണ്. അതിനകത്ത് ഏകദേശം 10 തൊട്ട് താഴെ സ്മിത്സോണിയന്റെ ആണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സയൻസ്, ലോകത്തിന്റെ ഹിസ്റ്ററി, ലോകത്തിന്റെ റിസർച്ച് എന്ന് പറഞ്ഞാൽ മ്യൂസിയം, എഡ്യൂക്കേഷൻ, റിസർച്ച്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക വാട്ട് ഈസ് സ്മിത്സോണിയൻസ് എന്ന്. ഇത് മൂന്നും ഓൺ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിയാണ്. വൈ? ബിക്കോസ് നമ്മൾ ജീവിച്ചു പോകുന്ന കാലങ്ങളിൽ അങ്ങനെ വന്നു പോയി. ബിക്കോസ് ഒരു 300 അല്ലെങ്കിൽ ഒരു 500 വർഷങ്ങൾക്ക് മുന്നേ, ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഞാൻ ഡീവിയേറ്റ് ചെയ്യുവാണ്. ഒരു 500 വർഷങ്ങൾക്ക് മുന്നേ വെൽത്ത് എന്ന് പറയുന്ന സാധനം
വേറെ വളരെ വ്യത്യസ്തമായൊരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കുക, ഒരാണിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുക, ഇഷ്ടപ്പെട്ട സ്ഥലത്തൊരു വീട് വെക്കുക, നല്ല മക്കളെ വളർത്തുക. ദിസ് വാസ് കൺസിഡേർഡ് ദ മോസ്റ്റ് വെൽത്തിയസ്റ്റ് മാൻ. പക്ഷെ ഒരു 500 വർഷത്തിന് മുന്നേ ഈ കോൺസെപ്റ്റ് ഒന്ന് മാറി. എന്ന് പറഞ്ഞാൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോ ലോങ്ങർ വെൽത്ത്, ദ എബിലിറ്റി ടു അക്വയർ മോർ വെൽത്ത് ആയി വെൽത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു 100 കോടി രൂപ ഉണ്ടെങ്കിലും വേറൊരുത്തൻ എന്നും 100 കോടി രൂപ ഉണ്ടാക്കുന്നെങ്കിൽ ഐ ആം കൺസിഡേർഡ് വെരി ലെസ് വെൽത്തി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എത്ര ഉണ്ട്, എനിക്ക് 100 കോടി വീട് വാങ്ങിക്കാവോ, ഡസൻ മാറ്റർ. 1000 കോടി വീട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരുത്തരുണ്ട്, അപ്പൊ നീ പോറാ. ആ ഒരു കോൺസെപ്റ്റ് മനുഷ്യരുടെ ഇടയിൽ വരികയും ഈ കോൺസെപ്റ്റ് തുടങ്ങിയത് സ്മിത്സോണിയൻസ് അല്ലെങ്കിൽ സ്മിത്സോണിയൻ എന്ന് പറയുന്ന ഒരു സംഭവമായതും എന്ന് പറഞ്ഞാൽ ബാക്കി ലോകത്തിലെ എല്ലാവരും അരിയും കറിയും വെച്ച് നിന്നപ്പോൾ ഇവർ ബില്യണേഴ്സ് ആയി. ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. മനസ്സിലായോ? ആ ഒരു ലെവലിൽ 500 വർഷം മുന്നേ എത്തിയെങ്കിൽ ലോകത്ത് വേറെ ഏത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വന്നാലും ഞാനൊരു 10,000 കൊണ്ട് ഇടുമ്പോൾ അവനവിടെ 10,000 കോടി ഇൻവെസ്റ്റ് ചെയ്യും. മനസ്സിലായോ? സോ അവരാണ് ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. ആ സ്മിത്സോണിയൻസിനെ നമുക്ക് വേണമെങ്കിൽ റോത്ത്ചൈൽഡ് എന്ന് വിളിക്കാം. റോത്ത്ചൈൽഡ് എന്ന് വിളിക്കാം. റോത്ത്ചൈൽഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് റോക്ക് എന്ന് നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാം. ആ ബ്ലാക്ക് റോക്ക് ആണ് എന്തിന് നമ്മളുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ കേരളത്തിലെ കിംസ് വരെ ഓൺ ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കുക, ഹൂ ഈസ് ദ ഓണർ ഓഫ് കിംസ്, ബ്ലാക്ക് റോക്ക് വരും. മേജർ ഷെയർ ഹോൾഡർ ബ്ലാക്ക് റോക്ക് ആണ്. മേജർ എന്ന് പറഞ്ഞാൽ more than 51%. അപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞു തന്നു, സ്മിത്സോണിയൻ എന്താന്ന് പറഞ്ഞു തന്നു. ഇനിയും സ്മിത്സോണിയൻ എവിടുന്നാണ് നമ്മളുടെ ഹിസ്റ്ററി മാറ്റിയെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സ്റ്റോറി, നമ്മളുടെ കഥ എങ്ങനെ മാറി, ജയൻസ് എങ്ങനെ പോയി, എന്തിനു പോയി എന്ന് പറയാണ്. ഈ കഥ മാറുന്നത് എന്താ പറയുന്നത് 1850s കഥ മാറി തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അതിനു മുന്നേ ഞാൻ ഒരു കഥ പറയാം. 1950s കഥ മാറുന്നത്. 1892 എന്ന് പറഞ്ഞാൽ നമ്മളൊരു വുഡൻ കോഫിൻ കണ്ടുപിടിക്കുകയാണ്. ഏൻഷ്യൻറ്റ് വുഡൻ കോഫിൻ. ആ വുഡൻ കോഫിൻ കണ്ടുപിടിക്കുന്നത് ക്രംസ് കേവ് അലബാമ എന്ന് പറയുന്ന സ്ഥലത്താണ്. ക്രംസ് കേവ് അലബാമ വുഡൻ കോഫിൻ, ജയന്റ് കോഫിൻ എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഫോട്ടോസ് കാണാം. അതിനകത്ത് ഈ ജയൻറ്റിൻ്റെതായതുകൊണ്ടും വലിയ കോഫിൻ ആയതുകൊണ്ടും എന്ന് പറഞ്ഞാൽ ഒരാളെ അടക്കിയേക്കുന്ന കോഫിനാണ്. അതിനകത്ത് നമുക്ക് 1, 2, 3, 4, 5 പേർക്കൊന്നും ചെന്നാൽ ഇത് കൈ പോലും എത്തത്തില്ല. അത്ര വലിയൊരു ജയൻ്റാണ് അതിനകത്തുള്ളത്. എന്നിട്ട് ഈ സാധനം സ്മിത്സോണിയൻസിൽ, അന്നത്തേക്കൊക്കെ സ്മിത്സോണിയൻസ് ഫേമസ് ആയി തുടങ്ങി. അന്ന് തൊട്ടേ ഈ സ്മിത്സോണിയൻസ് എല്ലാ സാമ്പിളും വാങ്ങിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ 100 വർഷം മുമ്പേ. വാങ്ങിച്ച് ഇവർ ഫീൽഡിൽ എക്സ്പേർട്ടായി. അവസാനം ഗവൺമെന്റ് വരെ ഇപ്പം ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, സ്മിത്സോണിയൻസ് നിങ്ങൾക്ക് കരാറ് തന്നേക്കാണ്, ഡു ദി ഒതന്റിക്കേഷൻ. അങ്ങനെ സർക്കാരിലും സ്മിത്സോണിയൻസ് കയറി തുടങ്ങി. അങ്ങനെ ഈ ഏറ്റവും വലിയ കോഫിൻ നമ്മൾ കണ്ടുപിടിച്ചത് സ്മിത്സോണിയന് സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ സെൻഡ് ചെയ്യാണ്. വെൽ ഡോക്യുമെന്റഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. 1950s എന്ന് പറഞ്ഞാൽ ഇത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 50 വർഷത്തേക്ക് ഇതിനെപ്പറ്റി ഒരു ന്യൂസും വന്നിട്ടില്ല, ഇതിനെപ്പറ്റി ഒന്നും വന്നിട്ടില്ല. ഒരു 10 വർഷം ഇതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ വാർത്ത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, നിങ്ങളുടെ ഹോം ടൗണിൽ ഒരു ജയൻറ്റിൻ്റെ സ്കെൽറ്റൺ കണ്ടു കഴിഞ്ഞാൽ അതായിരിക്കില്ല അടുത്ത വാർത്ത. പക്ഷെ ഇത് വന്ന ആളുകൾ, ആർക്കിയോളജിക്കൽക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. പക്ഷെ പിന്നെ ഇതിനെപ്പറ്റി ഒന്നുമില്ല. അങ്ങനെ 1950 ഏകദേശം 50 വർഷം കഴിഞ്ഞിട്ട് ഈ കഥകൾ അറിയാവുന്ന ഒരു വെൽ നോൺ റിസർച്ചർ ഫെഡറിക് ജെ പോൾ എന്ന് പറയുന്ന ആൾ ഒരു എൻക്വയറി റൈറ്റ് ചെയ്തു. സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇന്ന പേപ്പർ, നിങ്ങൾ കൊണ്ടുപോയ ലെഡ്ജർ പേപ്പറിൻ്റെ കോപ്പി ഇതാ, നിങ്ങൾ കൊണ്ടുപോയ കോഫിൻ്റെ ഫോട്ടോസ് ഇതാ, ഇതെല്ലാം വെച്ചുകൊണ്ട് എന്താന്ന് പറഞ്ഞുകൊണ്ട് സാധനം അയച്ചു. റിപ്ലൈ വന്നു, ഡിയർ ഫെഡറിക് ജെ പോൾ, നോട്ട്, ചെറിയൊരു വാക്കാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇത് പറഞ്ഞിട്ട് അതിൻ്റെ മലയാളം കൂടെ പറഞ്ഞുതരാം. നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദ സ്പെസിമെൻ, ദോ റെക്കോർഡ് ഷോസ് വി റിസീവ്ഡ് ദം, സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ, ഡിയർ ജോണെ, ഈ പറഞ്ഞ സാധനം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഞങ്ങൾ പേപ്പർ ചെക്ക് ചെയ്തപ്പോൾ ഇത് നമ്മളെ വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്, സോറി. കവേർഡ് അപ്പ് എന്ന് പറഞ്ഞാൽ
നീ അറിയേണ്ട കാര്യമില്ല, ലോകവും അറിയേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് 42 കൊല്ലം കഴിഞ്ഞിട്ട് സെയിം എൻക്വയറി ഡേവിസ് ബാരൺ DAVIS ഡേവിസ് ബാരൺ എന്ന് പറയുന്ന ആള് ഈ വുഡൻ സാധനത്തിനെ പറ്റി എൻക്വയറി പിന്നെ അയച്ചു. ഇതിനെപ്പറ്റി കുറച്ചും കൂടെ റിസർച്ച് ചെയ്ത് ഇതിൻ്റെ സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ച് ഇതെല്ലാം കൂടെ എടുത്ത് റിപ്ലൈ അയച്ചു. അപ്പോൾ ഇയാൾക്കൊരു റിപ്ലൈ വന്നു. ഇയാൾക്ക് വന്ന റിപ്ലൈ എന്തോ അറിയാമോ? പണ്ട് കാലത്ത് പശുവിനും പണ്ട് കാലത്ത് പന്നിക്കും ഫുഡ് ഇട്ട് കൊടുക്കുന്ന ഒരു അടപ്പ് മാത്രമാണിതെന്ന്. മനസ്സിലായോ? എടാ, ഇതുപോലൊരു ജയന്റ് കോഫിനാണ്. എന്നിട്ട് ഇത് അടച്ചു വെക്കും, എന്നിട്ട് ഇത് തുറന്നിട്ട് ഫുഡ് ഇട്ട് കൊടുക്കും, എന്നിട്ട് പന്നിയും പശുവും വന്ന് ഫുഡ് തിന്നിട്ട് പോകുമെന്ന്. റിയലി ഒതന്റിക്. പക്ഷെ ഇതിന് ചെറിയ 2 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഇതിനകത്ത് ജയന്റ് സ്കെലിറ്റൻസ് കണ്ടതും ഫോട്ടോ എടുത്തതും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. 2, യൂറോപ്പിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ പന്നിയും പശു എത്തുന്നത് യൂറോപ്യൻസ് വന്നതിന് ശേഷമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഒരു പന്നി ഫാം ഇല്ല, പശു ഫാം ഇല്ല. അതിന് കാരണം എന്താ? അവിടെ പന്നിയോ പശുവോ ആ കോണ്ടിനെന്റിലില്ല. മനസ്സിലായോ? അങ്ങനെയാണ് ഇത് വന്നത്. എന്നിട്ട് ഇയാൾ തിരിച്ച് റിപ്ലൈ അയച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ആർട്ടിഫാക്ട് എനിക്ക് ഇൻസ്പെക്ട് ചെയ്യണം. ഞാൻ ഒരു അക്നോളജ്ഡ് ആർക്കിയോളജിസ്റ്റ് ആണ്, ഞാനൊരു സയന്റിസ്റ്റ് ആണ്, ലെറ്റ് മീ ഡു ദി അനാലിസിസ് എന്ന് പറഞ്ഞു. റിപ്ലൈ വന്നു, ഞങ്ങളുടെ വെയർ ഹൗസുകൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആർട്ടിഫാക്ട് ലോസ്റ്റ് ആയി, സോറി. ഇത് പോസ്റ്റൽ റിപ്ലൈ ആണ്. ആ പോസ്റ്റൽ റിപ്ലൈ നമുക്ക് വിവരാവകാശ കമ്മീഷൻ കൊടുത്താൽ ഇപ്പൊ നമുക്ക് കിട്ടും. മനസ്സിലായോ? സ്മിത്സോണിയനിൽ നിന്ന് എന്തോ പറഞ്ഞ വലിയ 500 വർഷം മുന്നേ ഒന്നും അല്ല, 25 years ago സത്യം വന്ന റിപ്ലൈ ആണ് ആർട്ടിഫാക്ട് ലോസ്റ്റ് ആയി പോയെന്ന്. എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ സപ്രഷൻ തുടങ്ങിയത് 1881 എന്ന് പറഞ്ഞാൽ അന്ന് വരെ സ്മിത്സോണിയൻസിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന ആള് സർ ജോൺ വെസ്ലി പവൽ എന്ന് പറയുന്നത്, യെസ്, നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടാവും. അയാൾ ഭയങ്കര വലിയൊരു ആളായിരുന്നു, ഫേമസ് ആളായിരുന്നു. ഈ ജോൺ വെസ്ലി പവലിനെ നമ്മൾ ഇതിന് മുന്നേ പറയുന്നത് നമ്മളെ ഗ്രാൻഡ് കാനിയൻ എക്സ്കവേറ്റ് ചെയ്ത് മറ്റേ ഒറ്റയ്ക്ക് ബോട്ട് തുഴഞ്ഞു പോയി എന്ന് നമ്മളൊരു കഥ തുടങ്ങിയില്ലേ, അയാളാണ് ജോൺ വെസ്ലി പവൽ. പുള്ളിയാണ് പോയി ഗ്രാൻഡ് കാനിയൻ ഫുൾ എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഗ്രാൻഡ് കാനിയനും നെവാഡയും ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ സ്മിത്സോണിയന്റെ ആളുകൾ തന്നെയാണ്. ഈ സ്മിത്സോണിയന്റെ ഡയറക്ടറാണ് ഇയാള്. അപ്പത്തേനും ഇയാള് ഈ അവിടുത്തെ നേറ്റീവ്സുമായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. അയാൾക്ക് ഭയങ്കര വാല്യൂസ് അറിയാം, അയാൾ ഹിസ്റ്ററിയിൽ വിശ്വസിച്ചിരുന്നു, അയാൾ സയൻസും ഹിസ്റ്ററിയും ഒന്നാണ് എന്ന് പറഞ്ഞ ആളാണ് അങ്ങനെ പോയ ആളാണ്. അങ്ങനെ പുള്ളിക്ക് ഒരു തിയറി ഉണ്ടായിരുന്നു. ആ തിയറി ആയിരുന്നു സ്മിത്സോണിയൻ തിയറി അല്ലെങ്കിൽ ദ ഡിഫ്യൂഷൻ തിയറി. അതാണ് നമ്മളുടെ അന്നത്തെയും ഇന്നത്തെയും ആർക്കിയോളജിസ്റ്റ് എടുക്കേണ്ട അപ്രോച്ച്. എന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ തിയറി എന്ന് പറഞ്ഞാൽ നേറ്റീവ് അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നേറ്റീവ്സ് ഡിസെൻഡഡ് ഫ്രം അഡ്വാൻസ്ഡ് പ്രീ ഹിസ്റ്റോറിക് സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മിത്സോണിയൻ തിയറി ആയിരുന്നു ടിൽ 1881. നേറ്റീവ് അമേരിക്കൻസ് വന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന പ്രീ ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കിന്റെ മുന്നേ ഉള്ളത്, നമുക്ക് എന്താണെന്ന് അറിയില്ല, ഹിസ്റ്ററിക്ക് മുന്നേ. അപ്പം പ്രീ ഹിസ്റ്റോറിക് എന്ന വാക്ക് ഉപയോഗിക്കും. ആ പ്രീ ഹിസ്റ്റോറിക് സിവിലൈസേഷൻ നിന്ന് ഉത്ഭവിച്ചവരാണ് ഈ നേറ്റീവ് അമേരിക്കൻസ് എന്നും ഈ ആളുകളും ഈ പ്രീ ഹിസ്റ്റോറിക് സിവിലൈസേഷൻസും കോണ്ടിനെൻസും ഇൻ അമേരിക്കയും ഔട്ടർ അമേരിക്കയായിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും വലിയ ചെയിനുകൾ ബന്ധപ്പെട്ടത്. കാരണം കോച്ചൽ തന്നെയാണ് അപ്പുറത്തുള്ള വിരാക്കോച്ച തന്നെയാണ് ഇന്ത്യയിലുള്ള വിരോചന, അങ്ങനെ പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം സ്മിത്സോണിയൻ ഡയറക്ടറിന് അന്ന് ഇന്ത്യയിലുള്ള ആർട്ടിഫാക്റ്റും കിട്ടും, അമേരിക്കയിലുള്ളതും കിട്ടും, റഷ്യയിലുള്ളതും കിട്ടും. അങ്ങനെ അയാൾ ഇത് കണ്ടുപിടിച്ച് കൊണ്ടുവച്ചതാണ്. എന്നിട്ട് ഇവരെല്ലാം ഇന്റർമിങ്കിൾ ചെയ്തുവെന്നും ഫാറവേ സിവിലൈസേഷൻസ് ആയിരുന്നെങ്കിലും ഫാറവേ ട്രൈബ്സ് ആയിരുന്നെങ്കിലും ഇവര് ദേ വേർ ഇന്റർമിങ്കിളിങ് എന്ന് അല്ലെങ്കിൽ ഇന്റർമിങ്കിളിങ് ഫാക്ടർ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെട്ടു. അപ്പം ഇതെല്ലാം മാറിയത് 1881 സർ സൈറസ് തോമസ് എന്ന് പറയുന്ന പുതിയ ആള് വരികയാണ്. പുതിയ ആളെ US ഗവൺമെന്റ് അല്ലെങ്കിൽ സ്മിത്സോണിയൻ ഹെഡ് ഡയറക്ടറിന് ഇയാളെന്ന് പറയുന്ന ആളെ ഡയറക്ടറിൽ നിന്ന് മാറ്റി. കാരണം ലോകം മുഴുവൻ ജയൻസിനെയും ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും എല്ലായിടത്തു നിന്നും അതും ഇതൊക്കെ പൊങ്ങി വന്ന് മച്ചാൻ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. മച്ചാൻ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം വിളിച്ചും പറയുമായിരുന്നു. അങ്ങനെ US ഗവൺമെന്റ് ഇയാളെ മാറ്റി
1881 സർ സൈറസ് തോമസിനെ അപ്പോയിന്റ് ചെയ്തു ആസ് ദി ഡയറക്ടർ ഓഫ് സ്മിത്സോണിയൻ. ഇയാൾ വന്നത് ഫസ്റ്റ് വീക്കിൽ ഡിഫ്യൂഷൻ തിയറി തെറ്റാണെന്ന് പ്രഖ്യാപിച്ചു. സെക്കൻഡ് വീക്കിൽ വിത്തൗട്ട് കൺസൾട്ടേഷൻ ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ തിയറി ഇൻ ടു ദ ബോർഡ്. എന്ന് പറഞ്ഞാൽ ആ തിയറിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ആ തിയറിയുടെ പേരാണ് ഐസൊലേഷനിസം. ഐസൊലേഷനിസം എന്നാണ് ആ തിയറിയുടെ പേര്. എന്ന് പറഞ്ഞാൽ ആ തിയറി പറയുന്നത് നേറ്റീവ് അമേരിക്കൻസ് മങ്കി ലൈക്ക് പ്രിമിറ്റീവ് സാവേജസ് മാത്രമാണെന്ന്. മനസ്സിലായോ? മങ്കി ലൈക്ക് എന്ന് പറഞ്ഞാൽ കുരങ്ങന്മാരെ പോലെ നമ്മൾ മനുഷ്യരും നേറ്റീവ് അമേരിക്കൻസ് കുരങ്ങന്മാരെ പോലെ ജീവിക്കുന്ന സാവേജസ് ആണ്. എന്ന് പറഞ്ഞാൽ കൊന്നും തിന്നും അങ്ങനെ ജീവിക്കുന്ന ഏപ്സ്, പ്രിമിറ്റീവ് ഏപ്സ് എന്നാണ് പുള്ളി ഉപയോഗിച്ച വാക്ക്. എന്നിട്ട് ഈ തിയറി ഓഫ് ഐസൊലേഷൻസ് പറയുന്നതെന്ന് പറഞ്ഞാൽ സിവിലൈസേഷൻ ഡെവലപ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി, നോ കോണ്ടാക്ട് വിത്ത് ഔട്ട്സൈഡ് ട്രൈബ്സ് ഓർ കോളനീസ്, നോ റൂട്ട്സ്, നോ ഹിസ്റ്ററി, ജസ്റ്റ് റാൻഡം ഏപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിലൈസേഷൻ ഇവരുടെ തുടങ്ങിയത് നേറ്റീവ് അമേരിക്കൻസ് ആയാലും നേറ്റീവ് ആരായാലും ഇത് തുടങ്ങിയത് റാൻഡമായിട്ട് എന്തെങ്കിലും വന്ന് സംഭവിച്ച് ഇവർ മനുഷ്യരെ പോലെ ആയതാണ്. അല്ലാതെ വെളിയിൽ നിന്നുള്ള കോണ്ടാക്റ്റുകളില്ല, ഇവർക്ക് ഹിസ്റ്ററി ഇല്ല, ഇവർക്ക് ഫോർഫാദേഴ്സ് ഇല്ല, ഇവർക്ക് സ്റ്റോറി ഇല്ല, ഇവർ വെറും റാൻഡം ഏപ്പ്, ഇവർ വെറും കുരങ്ങന്മാരാണ്, സമയമെടുത്ത് ഇവർ നമ്മുടെ കണക്കായതാണെന്നാണ് ഇയാൾ പറയുന്നത്. അതിനാൽ ഇയാൾ വേറൊരു പ്രഖ്യാപനം കൂടെ നടത്തി. ഇത് സത്യമായതിനാൽ, കാരണം ഹീസ് ദ ഡയറക്ടർ ഓഫ് സ്മിത്സോണിയൻസ്, ഡയറക്ടർ ഓഫ് സ്മിത്സോണിയൻ അനൗൺസ് ചെയ്യുന്നത് സത്യമാണെന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞത് സത്യമായതുകൊണ്ട് ഈ നേറ്റീവ് അമേരിക്കൻസിൻ്റെയും എല്ലാ ഈ ഓൾഡൻ സ്റ്റോറീസിനും അയാൾ മിത്തോളജി അല്ലെങ്കിൽ ഫേക്ക് സ്റ്റോറീസ് എന്ന ബ്രാൻഡിങ് ലോകത്താദ്യമായിട്ട് കൊണ്ടുവന്നു. റിട്ടൺ ലാംഗ്വേജ്. യെസ്, അയാളാണ് ലോകത്താദ്യമായിട്ട് മിത്തോളജി അല്ലെങ്കിൽ ഫേക്ക് സ്റ്റോറീസ് എന്ന വാക്ക് ഹിസ്റ്ററിയിൽ കൊണ്ടുവരുന്നത്. പക്ഷെ ഇതിന് നേരത്തെ പറഞ്ഞ തിയറീസ് ഇല്ലേ, ഈ നേറ്റീവ് അമേരിക്കൻസ് വേർ ഡിസെൻഡന്റ്സ് ഓഫ് പ്രീ ഹിസ്റ്റോറിക് സിവിലൈസേഷൻ, അതിന് ഒരുപാട് എവിഡൻസസ് ഉണ്ട്. 100%. കാരണം ബാക്കിയുള്ള ഗ്ലോബലി ബാക്കി ഏത് കോണ്ടിനെന്റ്സ് എടുക്കുവാണെങ്കിലും ദേ ആർ സോ ഡിഫറെന്റ്. ഇപ്പോഴും നമ്മളെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കും. ദേ ആർ നോട്ട് ചൈനീസ് ലുക്കിംഗ്, ദേ ആർ നോട്ട് ആഫ്രിക്കൻ, ദേ ആർ നോട്ട് വൈറ്റ്, ദേ ആർ നോട്ട് ബ്ലോണ്ട്, ദേ ആർ ഇന്ത്യൻ ലുക്കിംഗ്, ദേ ആർ നോട്ട് ഈവൻ ഇന്ത്യൻ ലുക്കിംഗ്. പിന്നെ അവരെന്ത് ലുക്കിംഗ്, ദേ ആർ നേറ്റീവ് അമേരിക്കൻസ്. നേറ്റീവ് അമേരിക്കൻസിനെ റെഡ് ഇന്ത്യൻസ് വിളിക്കാൻ കാരണം എന്തോ അറിയാമോ നിനക്ക്? കാരണം നമ്മളെ തപ്പിയല്ലേ ഇറങ്ങിയേ. നമ്മളെ തപ്പി അല്ല ഇറങ്ങിയത്. പുള്ളി അവിടെ പോയിട്ടുണ്ട്, പിന്നെ വേറെ എവിടെയൊക്കെ പോയി വന്ന് എത്തിയപ്പോ പുള്ളി ഇവരെ കണ്ടപ്പം ഇന്ത്യക്കാരെ പോലെ ഇരിക്കുക. ഇന്ത്യ ആണെന്ന് വിചാരിച്ച് അകത്തോട്ട് കയറിയപ്പോ ഇവരെ കണ്ടപ്പോഴും ഇന്ത്യക്കാരുടെ കട്ടുമുണ്ട്. അങ്ങനെയാണ് ഇവരെ ചുമന്നിരിക്കുന്ന റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് പോട്ടെ. പിന്നെ അവർക്ക് ഭയങ്കര അഡിക്ഷൻ വിത്ത് അയോസ്ക, സിഗരറ്റ്, സ്മോക്ക്, ടൊബാക്കോ, ആ സംഭവങ്ങള്, ആ ഒരു ഹിപ്പി കൾട്ട് അല്ല അവിടുന്ന് ആയിരിക്കാൻ തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് അവിടുന്നല്ല, അത് വേറൊരു സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ അങ്ങോട്ടേക്കാണ്. അപ്പോ ഈ സെയിം സ്ട്രാറ്റജി, ഈ ഐസൊലേഷനിസം ആണ് ബ്രിട്ടീഷുകാര് എന്താ പറയുന്നത് ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും എല്ലാം ഉപയോഗിച്ചത്. നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ഇത് കേൾക്കണം. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇനി എല്ലാ ഈ ടോപ്പിക്ക് വരുമ്പോഴും ഞാനത് പറയുകയും ചെയ്യും. ഈ ബ്രിട്ടീഷുകാര് വന്നിട്ട് ഈ ഐസൊലേഷനിസം തിയറി ഈ പട്ടികൾ ഉണ്ടാക്കിയോണ്ട് ഓസ്ട്രേലിയയില് അബോർജിൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ തമിഴന്മാരെ കണക്കിരിക്കും, കറുത്ത മനുഷ്യരാണ്. അപ്പത്തേക്കും അവരെ ഹണ്ടബിൾ ഫ്ലോറ ആൻഡ് ഫോണക്കകത്താണ് ഇവർ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? തുടക്കമാണ്. കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ ഹണ്ടബിൾ എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി നിനക്ക് മാനെ പിടിക്കാം, പന്നിയെ പിടിക്കാം, അല്ലെങ്കിൽ കുതിരയെ കൊല്ലാം, അതുപോലെ മനുഷ്യരെയും കൊല്ലാം. കാരണം അവർ കറുത്തിരിക്കുമായിരുന്നു. മനസ്സിലായോ? അങ്ങനെ വന്ന തിയറിയാണ് ഐസൊലേഷനിസം. സ്മിത്സോണിയൻ തിയറിയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവർ ലോകം മുഴുവൻ പോയി അടിമകളാക്കുന്നത്. കാരണം നമ്മൾ മാത്രമാണ് മനുഷ്യരും, ബാക്കി എല്ലാവരും റാൻഡം ഏപ്സ് ആണ്. മനസ്സിലായോ? പഴങ്ങളും തിന്നുന്ന ഏപ്സ് ആണ്. അപ്പം ഇതിനെപ്പറ്റി വലിയ ഡിബേറ്റ് വന്നു. അഫ്കോഴ്സ് ഡയറക്ടറിന്റെ ടീം ജയിച്ചു. അങ്ങനെ ഡയറക്ടറിന്റെ ടീം ലോകം മുഴുവൻ ഐസൊലേഷനിസം വാസ് അക്സെപ്റ്റഡ് ആസ് ദ വേൾഡ് തിയറി ബൈ ഓൾ നേഷൻസ്. ഫോഴ്സ്ഡ് ടു അക്സെപ്റ്റ്. കാരണം US ന്ന് എയ്ഡ് വേണോ, US ന്ന് അരി വേണോ, US ന്ന് കാശ് വേണോ, യു ഹാവ് ടു അക്സെപ്റ്റ് ദ US വ്യൂ. അങ്ങനെ എല്ലാ മ്യൂസിയങ്ങളിലും ഐസൊലേഷനിസം സ്ഥാപിച്ചു. അതുപോലെ തന്നെ എനി പ്രൂഫ് അഗെയിൻസ്റ്റ് ഐസൊലേഷനിസം. കാരണം ഐസൊലേഷനിസം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ട്രൂത്ത് ആയിട്ട് അംഗീകരിച്ചു.
എനി പ്രൂഫ് അഗെയിൻസ്റ്റ് ദിസ് ഈസ് സൂഡോ സയൻസ്, ഫ്രോഡ്. മനസ്സിലായോ? അങ്ങനെ അവര് സെറ്റ് ചെയ്ത് ഒപ്പിട്ട് സ്മിത്സോണിയനും US ഗവൺമെന്റും ഒപ്പിട്ട് വാങ്ങി. കാരണം ഇത് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു, ഇതിനെതിരെ എന്ത് തെളിവ് വന്നാലും ഇത് ഫ്രോഡാണ് അല്ലെങ്കിൽ സ്യൂഡോ സയൻസ് ആണ്. സ്യൂഡോ സയൻസിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനിപ്പോൾ മായൻ പിരമിഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. മായൻ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ ലൈഫ് ഒബ്സർവേറ്ററി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇക്വനോക്സ് വരുമ്പോൾ, അതിൻ്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ അതിൻ്റെ സ്റ്റെയർ കേസിലൂടെ പാമ്പെഴയുന്ന പോലെ ഷാഡോസ് വരും. അതുപോലെ തന്നെ സ്റ്റോൺ അതിൻ്റെ പിരമിഡിൻ്റെ താഴെ നിന്ന് ക്ലാപ്പ് ചെയ്യുമ്പോൾ സ്റ്റോൺ വൈബ്രേറ്റ് ചെയ്ത് ഒരു ക്വാട്സൽ എന്ന് പറയുന്ന ഒരു കിളിയുടെ ശബ്ദം ഉണ്ടാക്കും. അത് അവരുടെ ദൈവത്തിന്റെ പേരാ, ക്വാട്സൽ കോട്ടൽ. അതിന്റെ കിളിയാണ് ക്വാട്സൽ. ആ കിളിയുടെ ശബ്ദം അവർക്ക് സ്റ്റോണിൽ നിന്ന് ക്ലാപ്പ് അടിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ പിരമിഡുകൾ എന്ന് പറയുന്ന സാധനം എൻറ്റയർ സിറ്റീസ് ഹൈഡ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്കയിലെ ടിക്കാൽ TIKAL എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, സോണാർ റീഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എൻറ്റയർ സിറ്റീസ് ഓഫ് പിരമിഡ്സ് മണ്ണിനടിയിലായിപ്പോയി. അതിപ്പോഴും അവിടെ ഉണ്ട്, സോണാർ റീഡിങ് അവൈലബിൾ ആണ്. ഇത്രയും പണിഞ്ഞ് സിറ്റീസ് ഉണ്ടാക്കിയവര് ഇവിടുന്ന് 100 മീറ്റർ അപ്പുറത്തുള്ള ട്രൈബുകളെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ട് മിങ്കിൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന തിയറിയാണ് ഇന്നും നമ്മൾ പഠിക്കുന്നത്. ഈവൻ ഇൻ അവർ സ്കൂൾ. മനസ്സിലായോ? 100 കിലോമീറ്റർ ഇവിടുന്ന് കൊല്ലത്ത് വരെ ഉള്ള ആളുകളെ നമ്മൾ പിരമിഡ് പണിയും, നമ്മൾ എന്താ പറയുന്നത്, ഈ ടെക്നോളജിയും കാര്യങ്ങളും സിറ്റീസും എല്ലാം ഉണ്ട്. പക്ഷെ കൊല്ലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മനുഷ്യരുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് നമ്മൾ ഇന്നും പഠിക്കുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഒക്കെ. മനസ്സിലായോ? ഇത് പണിയുന്നതിനെക്കാട്ടി സമയത്ത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇതുപോലെ വേറൊരു ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട്. ഇതുപോലെയുള്ള വേറൊരു സ്ഥലമാണ് മിസിസിപ്പി റിവർ വാലി. മിസിസിപ്പി എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അതിനകത്ത് ലാർജസ്റ്റ് സിറ്റി എവിഡൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്ന സമയത്തും അത് കാർബൺ ഡേറ്റ് ചെയ്ത സമയത്തും ആ മണ്ണിനടിയിൽ പോയ സിറ്റി എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ സിറ്റിയെക്കാട്ടി വലിയ സിറ്റിയായിരുന്നു. 1934 ഇത് കണ്ടുപിടിക്കുന്നത്. അന്ന് യൂറോപ്പിൽ ഇതിനെക്കാട്ടി വലിയ സിറ്റി ഇല്ല. എന്ന് പറഞ്ഞാൽ ആ സിറ്റിയുടെ പേരാണ്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ദ ലെജൻഡറി സിറ്റി ഓഫ് ചക്കോയ. CHOKIA. ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ മിസിസിപ്പി ലെജൻഡറി സിറ്റി ഓഫ് സഹോയ്ക്കാന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ ജൈന്റ് സ്കെലിറ്റൻസിനെയാണ് കണ്ടുപിടിച്ചത്, ബറീഡ് വിത്ത് ജുവൽസ്. സ്മിത്സോണിയൻസ് വന്നു, ഇതെല്ലാം വാങ്ങിച്ചു. എന്നാണ് നടക്കുന്നത്, 34 അന്ന് നമുക്ക് നിയമം വന്നു കഴിഞ്ഞു. ഇതെല്ലാം സൂഡോ സയൻസ് ആണ്. സൂഡോ സയൻസ് ആയിട്ട് സാധനങ്ങളെല്ലാം സ്മിത്സോണിയൻസ് എക്സ്കവേറ്റ് ചെയ്തു. എന്നിട്ട് എക്സ്കവേഷൻ ഫണ്ടുകളെല്ലാം നിർത്തി. കാരണം ഫേക്ക് സയൻസ് ആണ്, ഫ്രോഡാണ്. ആര് എക്സ്കവേറ്റ് ചെയ്ത് ജൈന്റിനെ കണ്ടുപിടിച്ചാലും അവൻ ഫ്രോഡായിട്ടെന്ന് പ്രഖ്യാപിക്കും. മനസ്സിലായോ? എന്നിട്ട് ഈ സൈറ്റുകളെല്ലാം ഷട്ട് ഡൗൺ ചെയ്തു, ഇൻക്ലൂഡിങ് ദിസ് ചഹോയ്ക്ക സൈറ്റ്. എങ്ങനെയാണ് ഷട്ട് ഡൗൺ ചെയ്തത് അറിയാവോ? ദേ യൂസ് സംതിങ്, ഡൈനമൈറ്റ്. ലാർജസ്റ്റ് ഡൈനമൈറ്റ് എക്സ്കവേഷൻ ഷട്ട് ഡൗൺ. എന്ന് പറഞ്ഞാൽ അവർ സിറ്റി എക്സ്കവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സ്ഥലങ്ങളെല്ലാം ടൺ കണക്കിന് TNT ഡൈനമൈറ്റ് കൊണ്ടുവന്ന് പൊട്ടിച്ച് തെളിവ് നശിപ്പിച്ചു. മനസ്സിലായോ? ഇതിനെല്ലാം തെളിവുണ്ട്. ഇതെല്ലാം ന്യൂസിൽ വരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ 100 വർഷം 50 വർഷങ്ങൾക്ക് മുന്നേ നടന്നതാണ് ഡൈനമൈറ്റ് ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് അക്കൻമാരോ ആർട്ടിഫാക്ട്സ് 1994 25 years old, 30 years old. 1995 അക്കൻമാരോ ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത് 33,000 ആർട്ടിഫാക്ട്സ് നമ്മൾ കണ്ടുപിടിച്ചു. അതിനകത്ത് ഇനിഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നത് 6500 years old ആണെന്നും അതിനകത്ത് ഹ്യൂമൻസിന്റെ ആർട്ടിഫാക്ട്സ്, വൈറ്റ് ഹ്യൂമൻസ്, ബ്ലാക്ക് ഹ്യൂമൻസ്, ഏഷ്യൻ ഹ്യൂമൻസ്, ഇതിന്റെ എല്ലാ ആളുകൾ ഒരുമിച്ചിരിക്കുന്നതും ഒരുപോലെ ഇരിക്കുന്നവർ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ നമ്മൾ ഒരു മോഡൽ ഉണ്ടാക്കി പഠിപ്പിക്കാൻ ഉപയോഗിക്കത്തില്ലേ മനുഷ്യരെ, അതുപോലുള്ള ആർട്ടിഫാക്ട്സ് ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. 6500 വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഹൗ ഡു ദേ നോ ദീസ് പീപ്പിൾ എക്സിസ്റ്റ്? എന്നിട്ട് അത് കൂടാതെ ഡൈനോസറിന്റെ ക്ലേ, ഇത് ഡൈനോസർ നശിച്ചിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയെന്നാ പറയുന്നത്. മനസ്സിലായോ? ഡൈനോസറിന്റെ കോഡൽ ഞാൻ കൊടുത്തേക്കാം, 1ഉം 2ഉം അല്ല, പല സ്പീഷീസ്. എന്നിട്ട് പ്രീഹിസ്റ്റോറിക് മാമൽ ടൂത്ത് എല്ലാം 10,000 കണക്കിന് വർഷങ്ങൾക്ക് പഴക്കമുണ്ടെന്ന് മൾട്ടിപ്പിൾ ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇത് വന്നു. അത് കഴിഞ്ഞ് സ്മിത്സോണിയൻസ് അവിടെ എത്തി. കാരണം 10,000 വർഷം കഴിഞ്ഞാൽ സ്മിത്സോണിയൻസ് വരും.
സ്മിത്സോണിയൻസ് വന്നു, ഷട്ട് ഡൗൺ ചെയ്തു. ആർട്ടിഫാക്ട്സ് എല്ലാം ലേലം വിളിയിൽ വെച്ച് വിറ്റു. മനസ്സിലായോ? ഈ സാധനങ്ങളും മാമത്ത് ടൂത്തും എല്ലാം ലേലം വിളി വിറ്റു. എല്ലാം വാങ്ങിച്ചത് ബ്ലാക്ക് കോട്ട് ഇട്ട ആളുകൾ മാത്രം. ഹയസ്റ്റ് ബിഡേഴ്സ് വേർ സ്മിത്സോണിയൻസ് ഇറ്റ്സെൽഫ്. പക്ഷെ ന്യൂസ് പേപ്പറിൽ വന്നത് കോമണേഴ്സിന് ആർട്ടിഫാക്ട്സ് ലേലത്തിൽ മനുഷ്യർക്ക് കൊടുത്തു. മനസ്സിലായോ? 5 രൂപയ്ക്ക് ഓപ്ഷൻ വെച്ചാൽ 500 രൂപ വരാതെങ്കിലും അത് സ്മിത്സോണിയൻ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പാർട്ട് ഓഫ് ദി പ്ലാൻ. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ സ്ഥലം, അക്കന്മാരോ ആർട്ടിഫാക്ട്സ് കിട്ടിയ സ്ഥലം അവർ ഷട്ട് ഡൗൺ ചെയ്തു. എങ്ങനെയാണ് ഷട്ട് ഡൗൺ ചെയ്തത്? ദേ യൂസ്ഡ് ഡൈനമൈറ്റ്. 30 years ago അവർ ഡൈനമൈറ്റ് ഉപയോഗിച്ച് നമ്മളുടെ ആർക്കിയോളജിക്കൽ ഹിസ്റ്ററി പൊട്ടിച്ച് നശിപ്പിച്ച് കളയാണ്. അവർ കണ്ടുപിടിക്കുന്നതെന്ന് മാത്രമല്ല, ഇനി ആരും കണ്ടുപിടിക്കരുത്, അവർ പേടിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 250 വർഷം കൊണ്ട് അവർ തുടങ്ങിയ മിഷനാണ് ഡൈനമൈറ്റും കാര്യങ്ങളും വെച്ച് നശിപ്പിക്കുന്നത്. നമ്മളെ 250 വർഷം കൊണ്ട് പ്രോഗ്രാം ചെയ്തേക്കുവാണ്. അവർ അമേരിക്കയിൽ മാത്രമല്ല, ചൈന, ഇന്ത്യ, റഷ്യ, ഇവരുടെ എല്ലാ കോളനിയിലും വന്നിട്ട് ഇവരെ ഏറ്റവും ആദ്യമേ ചെയ്തത് എന്താണ്? നമ്മളെ വൺ ഓഫ് ദ പ്രോമിനന്റ് മിഷൻസ് ഡിസ്ട്രോയ് ലോക്കൽ കൾച്ചർ, ഏൻഷ്യന്റ് സ്ട്രക്ചേഴ്സ്, സിമിലർ ഗോഡ്സ്. മനസ്സിലായോ? നമ്മളുടെ പല കഥകളിലും ഉണ്ട് ബ്രിട്ടീഷുകാർ രാവിലെ തൊട്ട് കാവുകൾ അന്വേഷിച്ചിറങ്ങുമെന്ന്, എന്നിട്ട് ഡൈനമൈറ്റ് ഉപയോഗിച്ച് പൊട്ടിക്കും. അവര് പറയുന്നത് ഫാൾസ് ഗോഡിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കാനാണ്. ജീസസ് ഈസ് ദ ഓൺലി ഗോഡ്. ഫാൾസ് ഗോഡ് പ്രൊമോട്ട് ചെയ്യാതിരിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാവുകളും നശിപ്പിച്ച കഥകൾ നമ്മളുടെ കയ്യിലുണ്ട്, കേരളത്തിൽ വരെയുണ്ട്. എങ്ങനെയാണ് അവർ നശിപ്പിക്കുന്നത്? ഡൈനമൈറ്റ് ഉപയോഗിച്ചാണ് പൊട്ടിക്കുന്നത്. മനസ്സിലായോ? അതും ആ യേശുവിൻ്റെ പേരിൽ, ആ ക്രിസ്ത്യാനിറ്റിയുടെ പേരിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ആ ക്രിസ്തു, ആ യേശു എന്ന് പറയുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ഇത് കേട്ടിരുന്നെങ്കിൽ അയാൾ ഒന്നും കൂടെ മരിച്ചു പോയേനെ. കാരണം ക്രൈസ്റ്റ് അവൻ്റെ പഠിത്തത്തിലും അവൻ്റെ കാര്യത്തിലും എല്ലാം പറഞ്ഞത് ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിൻ്റെ ആകെയുള്ളൊരു മിഷൻ മനുഷ്യരെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നുള്ള. എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്രൈസ്റ്റ് ആവുക, എല്ലാവരും സമാധാനമാവുക, എല്ലാവരും പഠിക്കുക, എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുക, ഇത്രയും നോക്കിയിട്ടുള്ളൂ. മനുഷ്യർക്കത് പറ്റൂല. ഉടനെ അവിടെ പുതിയൊരു ദൈവമാക്കി അയാളെ. എന്നിട്ട് ക്രിസ്ത്യാനിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഇയാളെ ഫോളോ ചെയ്തു. ഇത് തന്നെയാണ് ബുദ്ധനും പറ്റിയത്. ബുദ്ധന്റെ ഒരേ ഒരു ആഗ്രഹം ലോകത്തെ എല്ലാവരും ബുദ്ധനാവണമെന്ന്. പക്ഷെ ലോകത്ത് ആരും ബുദ്ധനായില്ല, എല്ലാവരും ബുദ്ധിസ്റ്റുകളായി. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ പ്രശ്നം. അപ്പോഴത്തേക്കും നമ്മൾ ഈ ജയൻസിന്റെ കാര്യങ്ങളെല്ലാം വന്ന് നിൽക്കുന്നത് നമ്മുടെ നെഫലിംസിലാണ്. നെഫലിംസിൽ നമ്മുടെ ബിഗ് 3 നമ്മൾ കവർ ചെയ്തു. ക്രിസ്ത്യാനിറ്റി അമേരിക്കയിലെ കവർ ചെയ്തു, ഹിന്ദുയിസത്തിലെ നമ്മുടെ രാക്ഷസൻ കാര്യങ്ങളും ഒക്കെ കവർ ചെയ്തു. അതുപോലെ തന്നെ ഇസ്ലാമിൽ നമ്മൾ കഴിഞ്ഞ അയോബന്നോ എന്ന് പറയുന്ന ഒരാളുടെ ഇത് കവർ ചെയ്തു. അപ്പോൾ ഇനി ജപ്പാനിൽ 2 ഷോർട്ട് സ്റ്റോറീസ് ആണ്, അതും കൂടെ എനിക്ക് പറയാനുണ്ട്. ജപ്പാൻ കൾച്ചറിൽ ഒനി ആൻഡ് ദ പ്രീ ഹ്യൂമൻ ജയൻസ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ ഡൈദറ ബോച്ചി എന്നാണ് പുള്ളിയുടെ പേര്. ഡൈദറ നമ്മുടെ ഇറ്റാച്ചിയുടെ കഥയിലുണ്ട്. ഡൈദറ ബോച്ചി എന്ന് പറയുന്ന ജയന്റിന്റെ കഥ. എന്ന് പറഞ്ഞാൽ അയാളെ പറഞ്ഞേക്കുന്നത് പ്രീ ഫ്ലഡ് ടൈറ്റൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹ്യൂമൻസിനെ മാത്രമേ തിന്നൂ. ഹ്യൂമൻസ് ഒക്കെ അയാളുടെ അടുത്ത് ചെന്നാൽ കാലിൻ്റെ അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത് സീസൺ അനുസരിച്ച് മാത്രം ഹണ്ട് ചെയ്യും. ഡൈദറ ബോച്ചി. ചൈനയിൽ പാങ്കു എന്ന് പറയുന്ന നോൺ ഹ്യൂമൻ ടൈറ്റൻ എന്ന് പറഞ്ഞാൽ ഇവരൊരു ടൈറ്റൻ റേസിൽ നിന്നാണ് വരുന്നത്. ഒരു കിണർ മുഴുവൻ അല്ലെങ്കിൽ ഒരു കുളം മുഴുവൻ കുടിച്ചു തീർക്കും ഇവർ വന്നു കഴിഞ്ഞാൽ. വലിയ കൈ, വലിയ കാല്. ഇവരുമായിട്ട് മനുഷ്യർക്ക് യുദ്ധം ചെയ്യാനേ കാര്യമില്ല. കാരണം ഒരു ടൈറ്റന് 100 മനുഷ്യരെ കൊല്ലാനുള്ള ശക്തി ഉണ്ടെന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ടൈറ്റൻസിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. ഇനി ഞാൻ ഒരു കാര്യങ്ങളും കൂടെ പറയാം. ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ ബൈബിളിൽ ജനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 4 നെഫലിംസിനെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെഫലിംസിനെ പറ്റി ജനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 4 നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക. നെഫലിംസ് ഫ്ലഡിന് മുന്നേയും ഫ്ലഡ് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നുവെന്നും അവരെങ്ങനെ സർവൈവ് ചെയ്തു എന്നാണ് ബൈബിളിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നെഫലിംസ് ഇപ്പോഴും നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ബൈബിൾ ചാപ്റ്റർ 13 വേഴ്സ് 32 to 33 ഇസ്രായേൽ ആർമി, ഇസ്രായേലൈറ്റ്സ് ഒരു പുതിയ ലാൻഡുകൾ താമസിക്കാനായിട്ട് പുതിയ ലാൻഡുകൾ അന്വേഷിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബൈബിളിനകത്ത് എഴുതിയേക്കുന്ന വചനമാണ്. ഇസ്രായേൽ ആർമി ഇങ്ങനെ അവരെ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ ആർമിക്ക് അകത്തൊരു വലിയ കഥ പടർന്നു. ആ കഥ ഭയങ്കര ബാഡ് ന്യൂസ് ആയിരുന്നെന്നും ആ ബാഡ് ന്യൂസ് സത്യമായിരുന്നു എന്നും. എന്ന് പറഞ്ഞാൽ ഒരു ഇസ്രായേലി റെജിമെന്റ്, ഒരു ആർമി റെജിമെന്റ് ഒരു പുതിയ ലാൻഡ് കണ്ടുപിടിച്ചു എന്നും
ആ ലാൻഡിൽ സൺ ഓഫ് അനാക്ക് ദ നെഫലീംസിനെ കണ്ടുവെന്നും അവര് ഗ്രേറ്റ് സൈസ് ആണെന്നും നമ്മൾ ഒരു ഗ്രാസ് ഹോപ്പറിനെ എങ്ങനെ നോക്കുമെന്നും അതുപോലാണ് അവർ നമ്മളെ കാണുന്നതെന്നും ഒരു കാര്യവും കൂടെ വേഴ്സ് 32 എഴുതിയിട്ടുണ്ട്. ആൻഡ് വി ഹ്യൂമൻസ് ലുക്ഡ് എക്സാക്ട്ലി ലൈക്ക് ദം മെൻ എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യര് തന്നെയാണ്, പക്ഷേ സൈസ് വ്യത്യാസമുണ്ട് എന്നാണ് അവർ എഴുതിയേക്കുന്നത്. അപ്പോഴത്തേക്കും ഇത് ഹോളി ബൈബിളിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്ന സാധനമാണ്. എന്നിട്ട് ടിബറ്റിയൻ ലെജൻഡിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ജയൻസ് എന്ന് പറയുന്ന ഡെമി ഗോഡ്സിനെ പറ്റി. അവിടെയും ഡെമി ഗോഡ്സ് എന്നാണ് പറയുന്നത്, എന്ന് വെച്ചാൽ ഹാഫ് ഹ്യൂമൻ ഹാഫ് ഗോഡ്സ്. നെഫലീംസ് തന്നെയാണ് അവരും പറയുന്നത്. ഇനിയും ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ ഹാഫ് ഹ്യൂമൻ ഹാഫ് ഗോഡ്സിനെ പറ്റി അവരെന്താ പറയുന്നത് അറിയാമോ? സർഫസ് വേൾഡിൽ വലിയൊരു യുദ്ധം നടന്നിട്ട് യുദ്ധം നടന്നത് മെന്നുമായിട്ടുമാണെന്നാണ് പറയുന്നത്. മെന്നുമായിട്ട് വലിയൊരു യുദ്ധം നടന്നെന്നും ഇവര് സബ്ടെറേനിയൻ വേൾഡിലേക്ക് കേവ് വഴി പോയെന്നുമാണ് പറയുന്നത്. ഇനി അവരിപ്പോഴും അഗാർത്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഹിന്ദു പുരാണയിൽ ഇതേ ഒരു കഥയുണ്ട്. ജയൻസ്, ദൈത്യാസ് ആൻഡ് ദാവണാസ് റിപ്പീറ്റഡ് വാർ വിത്ത് ദേവാസ്. സർഫസ് വേൾഡിൽ ദേവന്മാരുമായിട്ടും 100 കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ 1000 വർഷങ്ങൾ യുദ്ധങ്ങൾ നടന്നു. എന്നിട്ട് ഇവർ യുദ്ധം തോറ്റ് ഭൂമിയുടെ അടിവശത്ത് കൂടി പതാള ലോകയിലേക്ക് പോയി. അപ്പൊ ഹിന്ദു പുരാണയിലേക്ക് നമുക്ക് പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും ഇതേ കഥ ഒന്നും കൂടെ വരുന്നുണ്ട്. ജയൻസിന്റെ കഥ, ദൈത്യാസ് ആൻഡ് ദാവണാസ് എന്ന് പറഞ്ഞാൽ ദൈത്യാസും ദാവണാസും റിപ്പീറ്റഡ് വാർ വിത്ത് ദേവാസ് എന്ന് പറഞ്ഞാൽ ദേവന്മാരുമായിട്ട് 1000 വർഷങ്ങൾ യുദ്ധം നടന്നുവെന്നും അവസാനം ഇവർ യുദ്ധം തോറ്റു കഴിഞ്ഞ് ഭൂമിയുടെ എഡ്ജിലേക്ക് പോയെന്നും ആ എഡ്ജിനെ പാതാള ലോക എന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട് നമ്മളുടെ പല പുരാണങ്ങളിലും. പതാള ലോക മുകളിൽ ടിബറ്റിയൻ കഥകളിൽ അവര് മനുഷ്യരുമായിട്ട് യുദ്ധം ചെയ്ത് സബ്ടെറേനിയൻ വേൾഡ് ആയ അഗാർത്തയിലേക്ക് പോയെന്നും ഇവിടെ ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് തോറ്റ് ഗുഹകളിൽ അല്ലെങ്കിൽ ഭൂമിയുടെ അറ്റത്തൂടെ പതാള ലോകയിലേക്ക് പോയെന്നുമാണ് പറയുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നോർസ് മിത്തോളജി, നോർഡിക് കൾച്ചറിൽ ജോൺടാർ എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. ജോൺടാർ എന്ന് പറയുന്നത് ജയൻസിനെയാണ്. ജയൻസ്, ജോൺടാർ ഒരേ വാക്കുകൾ പോലെ ഇരിക്കും. ഇവര് ആഫ്റ്റർ എ ബിഗ് കോസ്മിക് വാർ എന്ന് പറഞ്ഞാൽ കോസ്മിക് മൊത്തം ഭൂമി മൊത്തം നടന്ന ഒരു യുദ്ധത്തിന് ശേഷം ഇവർ ഭൂമിയുടെ എഡ്ജിലേക്ക് പോയെന്നും അവിടുത്തെ ഏറ്റവും വലിയ കടൽ കടന്ന് ഹിഡൻ ഫോറസ്റ്റ് ലാൻഡിൽ പോയി താമസിക്കുകയാണെന്നുമാണ് പറയുന്നത്. ഹിഡൻ ഫോറസ്റ്റ് ലാൻഡിന് അവരൊരു പേര് ഇട്ടിട്ടുണ്ട്, യോട്ടൻഹെയിം. യോട്ടൻഹെയിം എന്ന് പറയുന്ന ഒരു ഹിഡൻ ഫോറസ്റ്റ് ലാൻഡിലേക്ക് ഇവർ കടൽ കടന്നു പോയി താമസിക്കുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സെയിം സ്റ്റോറി റിപ്പീറ്റഡ് അഗെയിൻ ഇൻ നോർസ് മിത്തോളജി. ഒരെണ്ണം ടിബറ്റിലാണെങ്കിൽ, ഒരെണ്ണം ഇന്ത്യയിലാണെങ്കിൽ, വേറൊരെണ്ണം നോർസിലാണ്. നോർത്ത് എന്ന് പറഞ്ഞാൽ അങ്ങ് ഈ ഐസ്ലാൻഡ് ആ സ്ഥലത്താണ്. അപ്പൊ എൻഡ് ഓഫ് ദ വേൾഡ്, പാതാള, യോട്ടൻഹെയിം, അഗാർത്ത, ഈ 4 പേരും സെയിം ആയിട്ടാണ് വരുന്നത്. ഈ 4 പേരിലെയും ഇവർ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ലഷ് ഗ്രീൻ ഫോറസ്റ്റും ബ്യൂട്ടിഫുൾ ലാൻഡും കടലിനപ്പുറവും അല്ല. ഈ കാര്യങ്ങൾ ഡീകോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പലതും, ഈ പാതാള ലോകം എവിടെയാണെന്ന്. കാരണം വാമനനെ നമ്മൾ സെൻഡ് ചെയ്ത് വിട്ടേക്കുന്നത് പതാള ലോകയിലേക്കാണ്. അങ്ങനെ എല്ലാവരും പഠിച്ചിട്ടുള്ളൂ. വാമനൻ എങ്ങോട്ടാണ് പോയത് എന്ന് നമ്മൾ പഠിച്ച പുരാണത്തിലാണ് പറഞ്ഞേക്കുന്നത്. വാമനനെ നേരെ മധ്യഭാരതത്തിലേക്ക് കൊണ്ടുപോയി. മധ്യഭാരതത്തിൽ നിന്ന് ഹിമാലയത്തിന് അപ്പുറമുള്ള ചിൻ രാജ്യത്തിലേക്ക് പോയി, ടിബറ്റിൻ്റെ അടുക്ക് പോയി. അത് കഴിഞ്ഞ് അവിടുന്ന് ടിബറ്റിൽ നിന്ന് വന്നപ്പോൾ ചെറിയ ചെറിയ കടലുകൾ തുടങ്ങി വലിയ ഐലൻഡ് ചെയിനുകളിലേക്ക് പോയി. യവദ്വീപ എന്നാണ് ഐലൻഡ് ചെയിനുകളിലേക്ക് പുരാണത്തിൽ പറഞ്ഞേക്കുന്നത്. യവദ്വീപ എന്ന് ടിബറ്റിയൻ ചൈന കഴിഞ്ഞിട്ട് ദ്വീപുകൾ വരുന്ന എവിടാന്നറിയാവോ? ഇന്നുമുണ്ട് ജാവ ദ്വീപാസ് എന്ന് പറഞ്ഞാൽ ജാവ ഐലൻഡ്സ്. ഇന്തോനേഷ്യ ആ സ്ഥലങ്ങളാണ്. അതെ, ബാലി ആ സ്ഥലങ്ങളാണ്. എന്നിട്ട് ഈ ജാവ ദ്വീപാസ് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് വാമനൻ പോയെന്നറിയാവോ? ദ ഗ്രേറ്റ് ഓഷൻ ക്രോസ് ചെയ്യേണ്ടി വന്നു. ദ ഗ്രേറ്റ് ഓഷൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ദ ലാൻഡ് ഓഫ് പാതാളയിലെത്തി. എന്ന് പറഞ്ഞാൽ എത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗ്രീറ്റഡ് ബൈ ദ മൗണ്ടൻ വിത്ത് 1000 ഹുഡഡ് മൗണ്ടൻസ്. 1000 പീക്കുള്ള മൗണ്ടൻസ് ഉള്ള മല ഗ്രീറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോയത് പതാള ലോക. ഡെമോഗ്രാഫി നോക്കിക്കോ. ഇന്ത്യ,
ചൈന, ഇന്തോനേഷ്യ, ബാലി, കടല്, അത് കഴിഞ്ഞ് അപ്പുറത്ത് നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുക, സൗത്ത് അമേരിക്ക വരും. സൗത്ത് അമേരിക്ക എത്തുമ്പോൾ നമ്മൾ സൗത്ത് അമേരിക്കയുടെ ലെഫ്റ്റ് സൈഡിൽ എന്തുവാണെന്ന് നോക്കുക. ഈ ഹൈറ്റ് വെച്ച് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ അറിയാൻ പറ്റില്ല, ആൾട്ടിറ്റ്യൂഡ് വെച്ച് നോക്കുക. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൗണ്ടൻ നിര ദ ആൻഡീസ്. ആൻഡീസ് ക്രോസ് ചെയ്തിട്ടേ സൗത്ത് അമേരിക്കയിൽ പോകാൻ പറ്റൂ. ഇനി സുഗ്രീവൻ വാനര ആർമിയോട്, എൻ്റയർലി ഡിഫറെൻറ്റ് സ്റ്റോറി. വാനര ആർമിയോട് പറയാണ് ഈസ്റ്റിലേക്ക് പോവാൻ, ഏതാ സീതാദേവി അന്വേഷിച്ച് പോകുന്ന സെയിം ഡിസ്ക്രിപ്ഷൻ. ടിബറ്റ്, യവദ്വീപ, കടല്, മൗണ്ട് അനന്തോ എന്നാണ് പറയുന്നത്. മൗണ്ട് അനന്തോ എന്ന് പറയും. ഇപ്പൊ നമ്മൾ മൗണ്ടൻ ആൻഡസ് എന്ന് പറയുന്നു. നമ്മൾ അന്ന് അതിനെ വിളിച്ചത് അനന്തോ മൗണ്ടൻ. ആൻഡസ് അനന്തോ ആയി, വേറൊന്നുമില്ല. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ കാൻഡിബ്ലിബറെ ഓഫ് ആൻഡസ് എന്ന് പറയുന്ന ഒരു തൃശ്ശൂല പതാകയൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമ്മളൊരു എപ്പിസോഡ് ചെയ്തതാ. ഇനി വിരാക്കോച്ച എന്ന് പറയുന്ന ആൾ, ഇതും കൂടെ ഉള്ളു, കഴിഞ്ഞു. വിരാക്കോച്ച എന്ന് പറയുന്ന ആള് ലോവർ റെലത്തിലോട്ട് നമ്മളുടെ ആളുകളെ സിവിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഭാരതത്തിൽ നിന്ന് വിട്ട ആളാണ് വിരാക്കോച്ച. വിരോചന എന്ന് പറയുന്നത് വാമനന്റെ പിതാവിന്റെ പിതാവോ ഒക്കെയാണ്. അപ്പത്തേന് പുള്ളിയെ വിട്ടത് പാതാള, അതാള, തലാതല എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിലേക്കാണ്. അപ്പൊ ഈ പാതാളത്തിലേക്ക് പുള്ളി പോയ കഥയും സെയിം ആണ്. നമ്മൾ ഈസ്റ്റിലേക്ക് പോകുന്നു, ദ്വീപുകൾ എത്തുന്നു, വലിയ കടല് കടക്കുന്നു, അപ്പുറത്തെത്തുന്നു, സൗത്ത് അമേരിക്കയാണ് എത്തുന്നത്. മൗണ്ടൻസ് പുള്ളിയെ എടുക്കുന്നു, മൗണ്ടൻസിന്റെ അവിടെ പോയുള്ള ആളുകളെ ഇയാൾ സിവിലൈസ് ചെയ്യുന്നു. സൗത്ത് അമേരിക്കൻ സിവിലൈസേഷൻ ഗോഡ് നമ്മളെ വിട്ട ആളുടെ പേര് വിരോചന എന്നാണ്. സൗത്ത് അമേരിക്കൻ സിവിലൈസേഷൻ ഗോഡിന്റെ പേരെന്തോ അറിയാമോ? മായൻ സിവിലൈസേഷന്റെ ദൈവത്തിന്റെ പേര് വിരാക്കോച്ച. വിരോചന, വിരാക്കോച്ച. അപ്പോ നെഫിലിംസ് എക്സിസ്റ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ദി എക്സിസ്റ്റഡ്. എവിടുന്നാണ് നെഫിലിംസ് വന്നത്? നമ്മള് നിങ്ങൾക്ക് ഇത് തീരുമാനിക്കാം. പക്ഷെ നമ്മളുടെ ഈസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ ഭാരതത്തിന്റെ സൈഡിൽ നിന്നും ജംബുദ്വീപ് എന്ന് പറയുന്ന ഭരതവർഷത്തിൽ നിന്നും പല മനുഷ്യരല്ലാത്ത സാധനങ്ങളെയും നമ്മൾ പാതാള ലോകത്തേക്ക് വിട്ടതായിട്ട്, കപ്പലിലും പ്ലെയിനിലും ഒക്കെ വിട്ടതായിട്ട് 100-ൽ പരം കഥകളുണ്ട്. സൗത്ത് അമേരിക്കൻ 100-ൽ പല കഥകളും ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നു. അവിടെ എന്തുവാണ് പറയുന്നത്? കടൽ കടന്നു വരുന്ന ബോട്ടിലും മറ്റേ പേടകത്തിലും ഒക്കെ വരുന്ന ജയൻസും നെഫലിംസും, അതുകൂടാതെ വാച്ചേഴ്സും സിവിലൈസ് ചെയ്ത ദൈവങ്ങളും എല്ലാം കടല് കടന്ന് വരുന്ന ഇതുമാണ്. എന്ന് വെച്ചാല് ലാസ്റ്റ് നമ്മള് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ സിവിലൈസേഷൻസ് ഉണ്ടാക്കാൻ ഭാരതത്തിൽ നിന്ന് വെളിയിലേക്ക് പോയ കഥകളും, ഭാരതത്തിൽ നിന്ന് സിവിലൈസേഷൻസിനെ റിസീവ് ചെയ്ത് സിവിലൈസേഷൻ തുടങ്ങിയ ആളുകളുമാണ് സൗത്ത് അമേരിക്കൻസ് എന്നും, ലോകം മുഴുവൻ സിവിലൈസ് ചെയ്തത് നമ്മളുടെ ഭാരതത്തിൽ നിന്ന് പോയ ആളുകളാണെന്നുമാണ് ഈ കഥകൾ പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു നിങ്ങൾ വിചാരിക്കുക. സോ ഗൈസ്, ശ്രീഹിയ ഈ പോഡ്കാസ്റ്റ് ഇച്ചിരി നീണ്ടുപോകാൻ ഞാൻ സമ്മതിച്ചു, പക്ഷെ അടുത്തോടെ സമ്മതിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യുക. നമ്മൾ 500 പേര് ഡെയിലി കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട്. എന്നാൽ ടോപ്പിക്സ് വിരോചനയും വിരാക്കോച്ചയും ഇതേപോലത്തെ കിടിലൻ കോണ്ടന്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, ശ്രീഹിയ നമ്മുടെ ബാക്കി അക്കൗണ്ട് അല്ല ഈ വീഡിയോസ് ചെക്ക്ഔട്ട് ചെയ്യുക. ആര്യൻ റേസിനെ പറ്റി ഒരു അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും ചെക്ക്ഔട്ട് ചെയ്യുക. ഫസ്റ്റ് പാർട്ട് കണ്ടില്ലേ? പോയി കാണാം. ഫസ്റ്റ് പാർട്ട് മിസ് ചെയ്യല്ലേ. ഓക്കെ, ഗുഡ് ബൈ.